10 മാസം വാറായിരിക്കും ഇമാം മഹദി. പ്രിയപ്പെട്ടവരെ, പിന്നീട് യുദ്ധം ഇമാം മഹദി ചെയ്യുന്നത് ദജ്ജാൽ, അതായത് ഇസ്രായേലിനോടാണ്. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യും, ജൂതരാഷ്ട്രത്തോട് യുദ്ധം ചെയ്യും. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ഫതഹ് നൽകും, ആ രാജ്യം തവിടുപൊടിയാകും. കണ്ടോ സുഹൃത്തുക്കളെ, ഇമാം മഹദി വരുമ്പോ നമ്മുടെ ഇന്ത്യ രാജ്യം ഇളകി മറിയുന്നുണ്ടാവും പരീക്ഷണങ്ങൾ കൊണ്ട്. അന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കാണുമോ എന്ന് വരെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമത്വത്തിന്റെ, മതേതരത്വത്തിന്റെ, നീതിയുടെ ഭരണഘടന അട്ടിമറിക്കാനുള്ള ശ്രമം ഉള്ളിൽ ഫാസിസ്റ്റുകൾ നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മെല്ലെ മെല്ലെ അതിനുള്ള പണികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മുസ്ലിയാക്കന്മാരെ തീവ്രവാദിയാക്കുന്ന സമുദായമായി സമുദായം. ഹദീസിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ പുള്ളിക്ക് ജിഹാദ് മൂത്തിരിക്കുക എന്ന് പറയും. അല്ലേ? ആർക്കും ഒരു ജിഹാദ് മൂത്തിട്ടില്ല. കാലത്തിന്റെ കുളമ്പടി ശബ്ദം തിരിച്ചറിഞ്ഞാൽ നല്ലത്. ഇതെല്ലാം സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കും, വരാൻ പോവുകയാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിനെ ലോകം പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സമീപ ഭാവിയിൽ മഹാനായ സയ്യിദായ അഹ്ലുബൈത്തിൽപ്പെട്ട പ്രിയപ്പെട്ട അലിയാർ തങ്ങളുടെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ ഹസനിയായി, അലവിയായി ബഹുമാനപ്പെട്ടവർ കടന്നു വരാൻ പോവുകയാണ്. അവരുടെ ബാഹ്യ ലക്ഷണങ്ങൾ ഹൽക്കിയായ, ഹുലുക്കിയായ സ്വഭാവങ്ങളും അവിടത്തെ ആകാര സൗഷ്ഠവങ്ങളുമൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ലോകത്ത് മുഴുവനും അക്രമങ്ങളും അരാജകത്വവും അനീതിയും കൊടികുത്തി വാഴും. ആ കാലഘട്ടത്തിൽ അധാർമികത, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ വർദ്ധിക്കും. അതുപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ, അരാജകത്വം നടമാടുന്ന ഒരു കാലഘട്ടമാണ്. 1-2 ഹദീസുകൾ സൂചനയ്ക്ക് വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാം. ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു റസൂലല്ലാഹി യഖൂൽ, പുണ്യ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അയ്യുർഫഅൽ ഇൽമു, വിജ്ഞാനം ഉയർത്തപ്പെടും, വയക്സുറൽ ജഹ്ലു, അറിവില്ലായ്മ വർദ്ധിക്കും, വയക്സുറസ് സിനാ, സിനാ വ്യഭിചാരം വർദ്ധിക്കും, വയക്സുറ ശുർബൽ ഖംർ, മദ്യപാനം വർദ്ധിക്കും, വയഖില്ലർ റിജാൽ, പുരുഷന്മാരുടെ ജനനം ചുരുങ്ങി വരും, വയക്സുറൻ നിസാ, പെണ്ണുങ്ങളുടെ ജനനം വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഹത്താ യകൂന ലി 50 ഇംറഅത്തിൻ അൽ ഖയ്യിമുൽ വാഹിദ്, 50 പെണ്ണിന് ഒരു പുരുഷൻ എന്ന അനുപാതത്തിലെത്തും. ഒരു പുരുഷൻ ജനിക്കുമ്പോ 50 പെണ്ണുങ്ങൾ, സ്ത്രീകൾ ജനിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്, 50 പെണ്ണിന്റെ ഉത്തരവാദിത്വം ഒരു പുരുഷനിൽ ചേർക്കപ്പെടും. അങ്ങനെയും മുഹദ്ദിസുകൾ ഇതിനർത്ഥം പറയുന്നു. ഈ ഹദീസിൽ പറഞ്ഞ സംഭവങ്ങൾ പുലരാൻ തുടങ്ങിയില്ലേ? ഇൽമ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളുടെ നിര്യാണം സംഭവിക്കും. തുടരെ ബഹുമാനപ്പെട്ട ചേലക്കുളം അബുൽ ബുഷ്റ ഉസ്താദ്, ദക്ഷിണയുടെ കാര്യദർശി, എന്റെ ഉസ്താദാണ്. മുഖ്തസറുൽ മആനിയും ബുഖാരിയും ഒക്കെ ഉസ്താദാണ് ഓതിത്തന്നത്. അതുപോലെ അടുത്ത കാലത്ത് കോട്ടുമല ബാപ്പു ഉസ്താദ് മരണപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ മരണപ്പെട്ടു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ കൂറ്റനാട് ഉസ്താദ്, അതുപോലെ തന്നെയുള്ള മഹാന്മാർ, അത്തിപ്പറ്റ ഉസ്താദ്, തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ, CM വലിയുല്ലാഹി മടവൂർ, ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ നമ്മോട് യാത്ര പറയുകയുണ്ടായി.
അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവരെയൊക്കെ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെയും CM വലിയുള്ളാനെയൊക്കെ കാണാൻ ഒരു ഭാഗ്യം കിട്ടി. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടക്കാരനാണെങ്കിലും അതിനല്ലാഹു തൗഫീഖ് നൽകി. ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല, കാരണം എനിക്കിന്ന് ഒരുപാട് ഹദീസുകൾ പറയാനുണ്ട്. എങ്കിലേ ഈ വിഷയം പൂർണ്ണമായിട്ടും നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കും. അധാർമികത വെളിവാകുന്ന ഒരു സമയം, ആ കാലമാണ് ഇന്നത്തെ കാലം. സിന വർദ്ധിക്കും. അതുപോലെ തന്നെ കള്ളുകുടി, മദ്യപാനത്തിന്റെ പുതിയ വേർഷനാണ്, മദ്യപാനത്തിന്റെ പുതിയ ഒരു പതിപ്പാണ് ഇന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗം. MDMA, അതിലെ ഏറ്റവും പവറുള്ള സാധനമാണ് MDMA. മനോരമയുടെ ന്യൂസ് ചാനൽ നിങ്ങൾ വാർത്ത കേട്ടില്ലേ? റിസോർട്ടിൽ വന്ന് താമസിച്ചവർ തൊട്ടടുത്ത പുഴയിൽ നഗ്നരായിട്ട് കുളിച്ചു. സ്ത്രീകൾ തൊട്ടടുത്ത് കുളിക്കുമ്പോൾ അതിന്റെ മുകളിലത്തെ കുളിക്കടവിൽ 3 പുരുഷന്മാർ നൂൽ ബന്ധമില്ലാതെ ഒരു പുഴയിൽ കുളിക്കുന്നു. അവിടെ വലിയ ഒച്ചപ്പാടുണ്ടാകുന്നു, കയ്യാങ്കളി ഉണ്ടാകുന്നു. അധാർമികത വ്യാപിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ വരുന്നു, തകൂനു അശ്യാഅ ഇൻദ ഖിറാബിസ് സാഅ, ഖിയാമത്ത് അടുക്കുമ്പോൾ പല സംഭവങ്ങളും അരങ്ങേറും. അതിൽപ്പെട്ടതാണ് നികാഹുർ റജുലി അർറജുല, പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കും. വനികാഹുൽ മർഅതി അൽ മർഅ, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കും. വനികാഹുർ റജുലി ഇംറഅതഹു ഫീ ദുബ്രിഹാ, പുരുഷൻ സ്ത്രീയെ സമീപിക്കും പിൻഭാഗത്തുകൂടി. ഇത് പാശ്ചാത്യരുടെ വൃത്തികെട്ട മോശമായ ഒരു കൾച്ചറാണ്. അത് നമ്മുടെ നാട്ടിലേക്കും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അല്ലെ? ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള വിവരങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ കോടതികൾ സംസാരിക്കുകയുണ്ടായി. പുരുഷൻ പുരുഷനെ സെലക്ട് ചെയ്യുക, പെണ്ണ് പെണ്ണിനെ സെലക്ട് ചെയ്യുക, അതുപോലെ പ്രകൃതിയുടെ മാർഗം വിട്ടിട്ട് പുരുഷൻ പെണ്ണിന്റെ പിന്നിലൂടെ ചെല്ലുക. അതൊക്കെ എനിക്ക് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സിൽ കൂടുതൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം. മറ്റൊരു ഹദീസിൽ വരുന്നു, അധാർമികതയിൽ പെട്ടതാണ് യക്സുറു ഔലാദുസ്സിന, ജാരസന്തതികൾ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ജാരസന്തതികൾ വർദ്ധിക്കും ഖിയാമത്ത് അടുക്കുമ്പോ. ഹത്താ ഇന്നർ റജുല ലയഗ്ശൽ മർഅത അലാ ഖാരിഅതി ത്വരീഖ്, നിങ്ങൾക്ക് കാണാം നടുറോഡിൽ വെച്ച് ഒരു പുരുഷൻ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. നടുറോഡിൽ വെച്ച് ഒരു പുരുഷൻ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. ഹത്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫയഖൂലു അംസലുഹും ഫീ ദാലിക സമാൻ, അന്ന് ഒരു നല്ല മനുഷ്യൻ വിളിച്ചു പറയും, ലബിഅതസൽതുമാ അനി ത്വരീഖ്, വഴിയിൽ നിന്നും നിങ്ങൾക്ക് മാറിക്കൂടെ, നിങ്ങൾക്ക് ആ കാട്ടിലേക്കോ പള്ളയിലേക്കോ ആക്കിക്കൂടെ, നിങ്ങൾ എന്താണ് ഈ നടുറോഡിൽ വെച്ച് ചെയ്യുന്നത് എന്ന് പറയുന്നയാള് ഏറ്റവും നല്ലവനായിരിക്കും. അത്ര കാലം വഷളാകുമെന്നാ. അതിപ്പോ നമ്മൾ കാണാൻ തുടങ്ങി. ബസ് സ്റ്റാൻഡിലും ഇടവഴിയിലും ഒക്കെ എന്താ, നമ്മുടെ അടുത്ത പട്ടണം എടുത്താൽ മതിയല്ലോ, എത്ര മോശമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിശാസുന്ദരിമാർ, അഭിസാരികമാർ, നോക്കൂ, ഗുഹ്യരോഗങ്ങൾ പടർത്തിക്കൊണ്ട് അവർ അവരുടെ ശരീരം വിൽക്കുകയാണ്. സിന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അധാർമികത വർദ്ധിക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് ഒരുപാട് കൊലപാതകങ്ങൾ വർദ്ധിക്കും. യക്സുറുൽ ഹർജു, ഹർജു വർദ്ധിക്കും. സഹാബത്ത് ചോദിച്ചു, വമൽ ഹർജു യാ റസൂലല്ലാഹ്, എന്താണ് ഹർജ്? അവിടെന്ന് പറഞ്ഞു, അൽ ഖത്ലു, അത് ഖത്ലാണ്, കൊലപാതകം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ചായക്കടയിലുണ്ടായ തർക്കം തോക്കെടുത്തു കൊണ്ടുവന്ന് വെടിവെക്കുകയാണ്. അതിനകത്തൊരു മുസ്ലിം ഉണ്ടായിരുന്നെങ്കിൽ IS ബന്ധം ആരോപിച്ചേനെ. ഇതിപ്പോ ഭാഗ്യത്തിന് മുസ്ലിം ഇല്ല. കേട്ടില്ല നിങ്ങള്? കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു.
നോക്കൂ, ഇപ്പൊ റഷ്യ ഉക്രൈനിൽ നടത്തുന്ന അധിനിവേശം, നിരപരാധികളായ സ്ത്രീകൾ ആയിരങ്ങൾ കൊല്ലപ്പെട്ടു, കുട്ടികൾ കൊല്ലപ്പെട്ടു. 20 ലക്ഷം പേരാണ് രാജ്യത്തിന്റെ അതിർത്തി കടന്ന് മറ്റു രാജ്യത്തേക്ക് പോകുന്നത്. എന്തിനാണ് ഈ യുദ്ധം? റഷ്യ ഉക്രൈനെ കടന്നാക്രമിച്ചിരിക്കുന്നു. അതിന് റഷ്യയുടേതായ കാരണങ്ങളുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടന്നു വരും. എല്ലാം പ്രവാചകന്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ലോകത്ത് സമാധാനം നഷ്ടപ്പെടുമ്പോ, കാരുണ്യം നഷ്ടപ്പെടുമ്പോ, അക്രമങ്ങളും കൊലപാതകങ്ങളും അധാർമികതയും വർദ്ധിക്കുമ്പോ, അതാ ലോകത്തിന് പ്രതീക്ഷയായിക്കൊണ്ട് അല്ലാഹു തആല ഒരു മഹത്തായ ദൗത്യം നിർവഹിക്കുകയാണ്. അതാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഇസ്ലാമിക ലോകത്തിന് അന്തസ്സ് നൽകിക്കൊണ്ട്, ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളെ വിറപ്പിച്ചുകൊണ്ട് മഹാനായ അഹ്ലുബൈത്തിൽപ്പെട്ട സയ്യിദായ ഇമാമുനാ മഹ്ദി രംഗത്ത് വരികയാണ്. ആരാണ് മഹ്ദി? എവിടെയാണ് ഇപ്പോഴുള്ളത്? എത്ര കാലമായി ജനിച്ചിട്ട്? എന്താണ് ദൗത്യം? എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ ആ മഹാനിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദി ഇമാമിനെ പറ്റി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളം ഹദീസുകൾ പറഞ്ഞു തരുന്നുണ്ട്. വൽ അഹാദീസുൽ വാരിദത്തു ഫിൽ മഹദി 50 ഹദീസാ. ഇമാം മഹദിയെ പറ്റി 50 ഹദീസുകൾ വന്നിട്ടുണ്ട്. 30 സഹാബത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് മുത്തവാത്തിറ. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. സുന്നത്തി ജമാഅത്തിന് പുറത്തുള്ള ചില സംഘടനകളൊക്കെ ആദ്യകാലത്ത് ഇമാം മഹദിയെ തള്ളിപ്പറഞ്ഞിരുന്നു. പിന്നെ അവർക്കത് ഹക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ അവർ മൗനം അവലംബിക്കുകയാണ്. ഒന്നും ഇപ്പോൾ അവർ സംസാരിക്കുന്നില്ല ആ വിഷയത്തിൽ. ഞാൻ മുമ്പ് കോഴിക്കോട് ജോലി ചെയ്തിരുന്ന കാലത്ത്, ഹിഫ്ള് പഠിപ്പിച്ചിരുന്ന കാലത്ത്, മുഹീദ്ദീൻ പള്ളിയുടെ ഇപ്പുറത്തൊരു ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ ചെന്നപ്പോൾ ഇമാം മഹദി എന്ന മിഥ്യ ഒരു പുസ്തകം ഇരിക്കുന്നു. ഞാൻ വാങ്ങിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചപ്പോഴാണ് അറിയുന്നത് അത് ചവറാണ് എന്ന്. ഞാനത് എവിടെയോ വെച്ചു. ഇമാം മഹദിയെ തിരസ്കരിക്കുന്ന പുസ്തകമാണത്. സുഹൃത്തുക്കളെ, ഇമാം മഹദി വരും എന്ന് 50ഓളം ഹദീസുകളുണ്ട്. 30 സഹാബാക്കൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇമാം മഹദി വരും. അവരുടെ പേര്, ലക്ഷണം എല്ലാം നബി തിരുമേനി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, അൽ മഹ്ദിയു മിന്നീ, ഇമാം മഹദി എന്നിൽ പെട്ടവനാണ്, അഹ്ലുബൈത്താണ്, സയ്യിദാണ്, അജ്ലൽ ജബ്ഹ അഖ്നൽ അംഫ്, വീതി കൂടിയ നെറ്റിത്തടമാണ്, വളഞ്ഞ് കൂർത്ത മൂക്കാണ്, യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ, ഭൂമി മുഴുവനും നീതി കൊണ്ട് നിറയ്ക്കും, കമാ മുലിഅത് ളുൽമൻ വജൗറാ, അക്രമവും അരാജകത്വവും അസമത്വവും കൊണ്ട് നിറയ്ക്കപ്പെട്ട ഭൂമിയിൽ. ഇപ്പോ അങ്ങോട്ടാണ് നീങ്ങുന്നത്. മുസ്ലിമീങ്ങളെ പുറത്താക്കാനുള്ള ശ്രമമാണ്. നോക്കൂ, ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഒരുക്കം നടത്തപ്പെടുകയാണ്. അതിനുള്ള ഭരണഘടന തയ്യാറാക്കുകയാണ്. ഉള്ളിന്റെ ഉള്ളിൽ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് താമസിക്കാം, പക്ഷേ അവർക്ക് വോട്ടവകാശം നഷ്ടപ്പെടും. മുസ്ലിമീങ്ങൾക്ക് ഇവിടെ താമസിക്കാം, പക്ഷേ വോട്ട് നിങ്ങൾക്കില്ല. വോട്ടില്ലാതെ ഈ രാജ്യത്ത് എങ്ങനെ താമസിക്കും മുസ്ലിമീങ്ങൾ? ക്രമേണ ഈ സമൂഹത്തെ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുകയാണ്, അൽ മഹ്ദിയു മിൻ ഉത്റതി മിൻ ഔലാദി ഫാത്തിമ, ഇമാം മഹ്ദി എൻ്റെ കുടുംബക്കാരനാണ്, പുന്നാര മോള് ഫാത്തിമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്.
അവരുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹിൽ ഹസനി അൽ അലവി. മുത്തുനബി പറഞ്ഞു യുവാത്തിഉ ഇസ്മഹു ഇസ്മി. ഇമാം മഹദിയുടെ പേര് എൻ്റെ പേരിനോട് യോജിച്ചു വരുന്നു. മുഹമ്മദ് എന്നാണ്. വസ്മു അബീഹി ഇസ്മു അബീഹി. ഇമാം മഹദിയുടെ പിതാവിൻ്റെ പേര് എൻ്റെ ബാപ്പയുടെ പേര് തന്നെയാണ് അബ്ദുല്ലാഹ്. മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് അൽ ഹസനി. അലിയാർ തങ്ങളുടെ മൂത്ത പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് കടന്നു വരുന്നത്. മുഹമ്മദ് ബിൻ അബ്ദില്ലാഹിൽ ഹസനി അൽ അലവി. കണ്ടോ, മുത്തുനബിയുടെ സന്താന പരമ്പര ഫാത്തിമത്തു സഹ്റായിലൂടെയാണ്. അതെല്ലാം നമുക്ക് പിന്നീട് പറയാം. ഈയിടെ ഒരാൾ എന്നോട് പറയുകയാ, അങ്ങനെ തങ്ങന്മാരൊന്നുമില്ല, അങ്ങനെ തങ്ങന്മാരൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ വലിയ തങ്ങളാ, കാരണം നമ്മൾ ആദം നബിയുടെ മക്കളാണ്. ഒരു ബഹുമാനപ്പെട്ട തങ്ങള് നമ്മുടെ നാട്ടിൽ വന്നപ്പോ ആളുകളെല്ലാം കാത്തു നിൽക്കുക. ഞാൻ തുറന്നു പറയാം, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ കാണുമ്പം മനസ്സിലാക്കിക്കൂടെ അദ്ദേഹം ഒരു സയ്യിദാണെന്ന്. എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്. പാണക്കാട് ശിഹാബ് തങ്ങളുടെ മോനല്ലേ. അദ്ദേഹത്തെ കാത്തു നിന്ന് ആ കരം ഒന്ന് പിടിക്കാൻ നിൽക്കുന്നത് കണ്ടപ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാര് പറയുകയാണ്, വേറെ പണിയൊന്നുമില്ല, അസ്തഗ്ഫിറുല്ലാഹ്, ഇൻഷാ അല്ലാഹ് അത്തരക്കാരെ ഉദ്ദേശിച്ച് ആരാണ് അഹ്ലു ബൈത്ത് എന്നൊരു സ്പീച്ച്, ഒരു പ്രസംഗം ഞാൻ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അങ്ങനെയൊക്കെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അവരൊന്നും തങ്ങന്മാരല്ല, അവര് തങ്ങളാണെങ്കിൽ നമ്മളും തങ്ങളാ, നമ്മൾ ആദം നബിയുടെ മക്കളാണ്. ആദം നബിയുടെ മക്കളല്ലെന്ന് ആര് പറഞ്ഞു? നമ്മളൊക്കെ ബനു ആദമാ അല്ലേ? ഫലഖദ് കറംനാ ബനി ആദം. ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഒരുപാട് വിഷയങ്ങൾ ഇന്ന് പഠിക്കാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. തുർമുദി ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം മഹ്ദി നമ്മിൽപ്പെട്ടവനാണ്, പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. യുസ്ലിഹുല്ലാഹു ഫീ ലൈല. ഒരു രാത്രിയിലാണ് അല്ലാഹു ആ മഹാന് പക്വമതിയാക്കി എടുക്കുന്നത്. 40 വയസ്സാകുമ്പോഴാണ് ഇമാം മഹദി പുറപ്പെടുക. പക്ഷേ ജനിച്ച് ബാല്യം എല്ലാം കടന്നാലും വലിയൊരു ഉത്തരവാദിത്വം തന്നിൽ ചാർത്തപ്പെടുന്നു എന്നുള്ള വിവരം ഇമാം മഹദിക്കറിയില്ല. ഒരു രാത്രിയിലാണ് അതിനുള്ള ഇസ്ലാഹ് അല്ലാഹു നിർവഹിക്കുന്നത്, പക്വമതിയാക്കി എടുക്കുന്നത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇമാം മഹദി വരുന്നതിനു മുമ്പ് 3 സംഭവങ്ങൾ നടക്കണം. 3 പശ്ചാത്തലം, സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ശ്രദ്ധിക്കണേ. അതിൽ ഒന്ന്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ ഒരു മല പൊന്തി വരണം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യൂഷികുൽ ഫുറാത്ത് അയ്യഹ്സിറ അൻ ജബലിൻ മിൻ ദഹബ്. യൂഫ്രട്ടീസ് നദി സ്വർണത്തിന്റെ ഒരു മല പുറത്തേക്ക് വെളിവാക്കാൻ അടുത്തിരിക്കുന്നു. ആ നദിയിലെ വെള്ളം വറ്റിത്തുടങ്ങുകയാണ്. സ്വർണത്തിന്റെ വലിയ ഒരു പർവ്വതം ഉടനെ ആ നദി പ്രത്യക്ഷപ്പെടുത്തും. ഫമൻ ഹളറഹു, ആരെങ്കിലും അവിടെ സന്നിധരായാൽ ഫലാ യഖുദു മിൻഹു ശൈആ, അല്പം പോലും ആ പർവ്വതത്തിൽ നിന്ന് എടുത്തു പോകരുത്. ഒരു തരി സ്വർണം പോലും എടുത്തു പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ 99. അവിടെ 100 പേര് വന്നാൽ 99 പേരും കൊല്ലപ്പെടുന്നതാണ്.
ഈ സ്വർണത്തിന്റെ മല കൈക്കലാക്കാൻ 3 രാഷ്ട്ര തലവന്മാർ യുദ്ധം ചെയ്യും. ആ 3 പേരും കൊല്ലപ്പെടുമെന്ന് നുബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ തന്നെ തുർക്കിയും സിറിയയും തർക്കം തുടങ്ങി. ഇറാഖും കൂടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. തുർക്കി അവരുടെ നാട്ടിൽ ഒരു സദ് അതാതുർക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ തടയണ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ വേണ്ടി. കണ്ടോ? രണ്ടാമത്തെ അടയാളം, ഇമാം മഹദി വരുന്നതിന് മുമ്പ് നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അള്ളാഹുവിന്റെ റസൂൽ എത്ര കൃത്യമായിട്ടാണ് ഇത് പറഞ്ഞതെന്നറിയുമോ? ഒരു സഖ്യയുദ്ധം അരങ്ങേറണം. സഖ്യസേന എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളും പാശ്ചാത്യരും റോം, ബ്രിട്ടൻ, അമേരിക്ക എല്ലാവരും ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സൈനിക ശക്തി രൂപപ്പെടും. അതിന് സഖ്യസേന എന്ന് പറയും. സഖ്യസേന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറയാൻ പോകുന്ന ഈ ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. മുത്തുനബി പറയുകയാണ്, തുസാലിഹൂനർ റൂം സുൽഹൻ ആമിനാ. നിങ്ങൾ റോമക്കാരോട് അനുരജ്ഞനം നടത്തും, മസ്ലഹത്ത് നടത്തും. സുൽഹൻ ആമിന, നിർഭയമായ ഒരു അനുരജ്ഞനം. വതഗ്സൂന അൻതും വഹും, എന്നിട്ട് നിങ്ങളും അവരും കൂടി യുദ്ധം ചെയ്യും. അദുവ്വം മിൻ വറാഇഹിം, അവരുടെ പിന്നിലുള്ള ഒരു ശത്രുവിനോട്. അവരുടെ പിന്നിലുള്ള ഒരു ശത്രുവിനോട്. ഒരു റിവായത്തിൽ, റിപ്പോർട്ടിൽ അദുവ്വം മിൻ വറാഇക്കും, നിങ്ങളുടെ പിന്നിലുള്ള ശത്രുവിനോട്. 2 രൂപത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവരുടെ പിന്നിലുള്ള ശത്രു അദുവ്, നിങ്ങളുടെ പിന്നിലുള്ള ശത്രു അതാരാണെന്ന് അല്ലാഹുവിന്റെ റസൂല് വ്യക്തമാക്കിയിട്ടില്ല. മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും കൂടി ഒന്നിച്ചൊരു പൊതു ശത്രുവിനെ നേരിടും. ആ യുദ്ധത്തിൽ ആർക്കാ വിജയം? മുത്തുനബി പറയുകയാണ്, ആ യുദ്ധത്തിൽ നിങ്ങൾ വിജയിക്കും. അതായത് സഖ്യസേന വിജയിക്കും. നിങ്ങൾ ഗനീമത്ത് വാരിക്കൂട്ടും. പച്ചപ്പുല്ല് പിടിച്ചു കിടക്കുന്ന ഒരു ചെറിയ ചരിവിൽ, ഒരു മൈതാനത്ത് വന്ന് നിങ്ങൾ വിശ്രമിക്കും. പട്ടാളക്കാർ വിശ്രമിക്കും. അപ്പോൾ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ കുരിശ് ഉയർത്തിപ്പിടിക്കും. കുരിശ് പൊക്കിപ്പിടിച്ചിട്ട് പറയും, അലാ സ്വലീബ്, ഇന്നത്തെ യുദ്ധത്തിൽ വിജയിച്ചത് കുരിശാണ്. ഇന്നത്തെ യുദ്ധത്തിൽ വിജയിച്ചത് കുരിശാണെന്ന് ഒരു ക്രിസ്തീയ പട്ടാളക്കാരൻ എഴുന്നേറ്റ് പറയുമ്പോൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ എഴുന്നേൽക്കും. അദ്ദേഹത്തെ കൊന്നുകളയും. ഒരനർത്ഥം അവിടെ സംഭവിക്കും. വൈകാരികമായിട്ടുണ്ടായ സംഭവമാണിത്. കാരണം ഒന്നിച്ച് യുദ്ധം ചെയ്തിട്ട് ശത്രുവിനെ കീഴടക്കി സമരാർജിത സമ്പത്തെല്ലാം വാരിക്കൂട്ടി വന്ന് വിശ്രമിക്കുമ്പോൾ ഒരാൾ ഏകപക്ഷീയമായിട്ട് പറയുകയാ, ഞങ്ങളാണ് ഇവരെ പരാജയപ്പെടുത്തിയെന്ന് പറയുമ്പോൾ മുസ്ലിം പട്ടാളക്കാരൻ അത് ഇഷ്ടപ്പെടൂല. അദ്ദേഹം എന്ത് ചെയ്യും? ഈ ക്രിസ്ത്യൻ പട്ടാളക്കാരനെ കുരിശു പിടിച്ചവനെ കൊന്നുകളയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് റോമക്കാർ ചതിവ് കാണിക്കും. റോമക്കാർ ഈ അനുരജ്ഞനത്തെ അവര് ലംഘിക്കും. അവര് പോകും അവരുടെ നാട്ടിലേക്ക്. അവരവരുടെ നാട്ടിലേക്ക് പോകും. യൂറോപ്പിലേക്ക് തിരിച്ചു പോകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയജ്തമിഊന ലക്കും വയഅതൂനക്കും, അവര് നാട്ടിൽ ചെന്നുകൊണ്ട് പട്ടാളത്തെ ശേഖരിക്കും. അവര് വലിയ ഒരു പട്ടാളത്തെ ശേഖരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് മുസ്ലിമീങ്ങളുടെ അടുത്തേക്ക് വരും.
ആ വരുന്ന പട്ടാളത്തിന്റെ എണ്ണം അള്ളാഹുവിന്റെ റസൂൽ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തഹത 80 ഗായ, 80 കമാൻഡർമാരുടെ പിന്നിൽ, 80 കൊടികളുടെ പിന്നിൽ. തഹത കുല്ലി ഗായത്തിൻ, ഓരോ ക്യാപ്റ്റന്റെയും പിന്നിലുണ്ട് 12 അൽഫ, 12,000 പട്ടാളം. ഓരോ ക്യാപ്റ്റന്റെ പിന്നിലും 12,000 പട്ടാളം അണിനിരന്നുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കടന്നു വരും. ഒരു ഹ്രസ്വമായ കാലത്തിനു ശേഷം, ആ ഹ്രസ്വമായ കാലം ഖദിരി ഹംലിൽ മർആ, ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്ന കാലമാണ്. 9 മാസത്തിന് ശേഷം അവര് തിരിച്ചു വരും. 80 കമാൻഡർമാർ, ഒരു കമാൻഡറുടെ കീഴിൽ 12,000 പട്ടാളം. അപ്പോ കണക്ക് കൂട്ടുമ്പോ 9,60,000 പട്ടാളം. 9,60,000 പട്ടാളക്കാര് വരും. അവര് വരുന്നത് എന്തിനാ? കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനാ? അല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയാ. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമുക്ക് ഇമാം മഹദിയെ കുറിച്ച് പറയുമ്പോൾ, മഹദി ഇമാം നടത്തുന്ന യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാം. ഇവിടെ ഒരു സഖ്യയുദ്ധം നടന്നിട്ടുണ്ട്, അല്ലേ? നടന്നില്ലേ? മുസ്ലിമീങ്ങളും പാശ്ചാത്യരും കൂടി ഒരു പൊതു ശത്രുവിനെ നേരിടും. ആരാണ് ആ പൊതു ശത്രു? ആ ശത്രു ആകാൻ സാധ്യതയുള്ളത് റഷ്യയും ചൈനയുമാണ്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ റഷ്യയും ചൈനയുമാകാനാണ് സാധ്യത. കാരണം ചൈനയിൽ 1 കോടി മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റ് ഉണ്ട്. അവിടുത്തെ മുസ്ലിമീങ്ങൾ കടുത്ത പീഡനം അനുഭവിക്കുകയാണ്. കടുത്ത മാനസിക പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ആ സംഭവം. അങ്ങനെ ആകാനാണ് സാധ്യത. അതിന്റെ തുടക്കമാണോ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ യുദ്ധത്തിന് ഇപ്പോൾ ചൈന മാനസികമായി പിന്തുണ കൊടുത്തു കഴിഞ്ഞു റഷ്യക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രമാണ് ബഷാറുൽ അസദിന്റെ സിറിയ, അതുപോലെ തന്നെ ഇറാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ റഷ്യയുടെ പിന്നിൽ ഒരു ചേരി അണിനിരക്കും. മറുഭാഗത്ത് അമേരിക്കയും ബ്രിട്ടനും റോമും പാശ്ചാത്യ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലെ സൗദി ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളും ഉൾപ്പെടും. അങ്ങനെ വരുമ്പോൾ ഒരു സഖ്യം രൂപപ്പെടും. ആ സഖ്യമാണ് നിങ്ങളുടെ പിന്നിലുള്ള, അവരുടെ പിന്നിലുള്ള ശത്രുവിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഹദീസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നോക്കൂ, അതിനുള്ള കാലാവസ്ഥ ഇവിടെ രൂപപ്പെടുകയാണ്. അപ്പോ ഒരു സഖ്യസേന ഒരു യുദ്ധം നടത്തുന്ന കാലം അത് ഇമാം മഹദിക്ക് മുമ്പ് വരണം. ഇനി ഒരു സംഭവം കൂടി നടക്കണം. ഏതാണ് ആ സംഭവം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഖ്തിലാഫുൻ, ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ഒരു ഖലീഫ മരണപ്പെടും. യകൂനു ഇഖ്തിലാഫുൻ, ഒരു അഭിപ്രായ വ്യത്യാസം, അധികാരത്തിന് വേണ്ടി വടംവലിയുണ്ടാകും. ഒരു ഖലീഫ മരണപ്പെടും. ആ ഖലീഫയുടെ 3 മക്കളാണ്. കുല്ലുഹും സലാസത്തുൻ കുല്ലുഹും ഔലാദു ഖലീഫ സുമ്മ ലാ യസീറു ഇലാ വാഹിദിഹിം. ആ 3 പേർക്കും അധികാരം കിട്ടുന്നതുമല്ല. മറ്റൊരു ഹദീസിൽ കാണാം, യഖ്തതിലു ഇൻദ കൻസിൽ കഅബ, കഅബയുടെ നിധിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സലാസത്തുൻ, 3 രാജാക്കന്മാർ. കുല്ലുഹും ഔലാദു ഖലീഫ, ഒരു ഖലീഫയുടെ മക്കളാണിവർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവർക്ക് അധികാരം കിട്ടുന്നതുമല്ല. കഅബയുടെ നിധി, ഇവിടെ 2-3 വ്യാഖ്യാനമുണ്ട്. ഒന്ന്, കഅബയുടെ അടിയിൽ കോടിക്കണക്കിന് രൂപയുടെ നിധി ഉണ്ടെന്നാണ്. മറ്റൊരു വ്യാഖ്യാനം, കഅബ ഉൾക്കൊള്ളുന്ന പ്രദേശം, അതായത് സൗദി അറേബ്യയുടെ അധികാരത്തിന് വേണ്ടി 3 പേർ യുദ്ധരംഗത്തേക്ക് വരും എന്നാണ്.
കണ്ടോ? ഇപ്പോഴത്തെ വലിയുൽ അഹദ് MBS എന്ന് പറയുന്ന സൽമാൻ രാജാവിന്റെ മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം നേർക്കുനേരെ അധികാരത്തിൽ വന്നതല്ല, 1-2 സഹോദരന്മാരെ വെട്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ എന്ത് പറയും? നമ്മുടെ നാട്ടിലൊരു പദമുണ്ട് അതിനു വേണ്ടി. നേർക്ക് നേരെ വരൂല, പിന്നെ എന്ത് ചെയ്യും? അർഹരെ തഴഞ്ഞിട്ട് വരും. നോക്കൂ, ഇപ്പോൾ തന്നെ റോയൽ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അപ്പോ ആ ഖലീഫ ആരായിരിക്കും എന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഇതൊക്കെ ഉടനെ സംഭവിക്കേണ്ടതാ. ഞാൻ ഈ വിഷയം യൂട്യൂബിൽ എന്റേതുണ്ട്, ഇമാം മഹദിയുടെ ഈ വിഷയം. അപ്പോൾ അടിയിൽ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നു, ഇമാം മഹദി വരേണ്ട വർഷം 2027 എന്ന് അന്ത്രൂപ്പാപ്പ ഏതോ വീട്ടിന്റെ വെളുത്ത ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പോലും. അല്ലാഹു അഅലം. 2027 ആണെങ്കിൽ ഇനി എത്ര കൊല്ലമുണ്ട്? സുഹൃത്തുക്കളെ, ഇമാം മഹദി വരുമ്പോ നമ്മുടെ ഇന്ത്യ രാജ്യം ഇളകി മറിയുന്നുണ്ടാവും പരീക്ഷണങ്ങൾ കൊണ്ട്. അന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കാണുമോ എന്ന് വരെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമത്വത്തിന്റെ, മതേതരത്വത്തിന്റെ, നീതിയുടെ ഭരണഘടന അട്ടിമറിക്കാനുള്ള ശ്രമം ഉള്ളിൽ ഫാസിസ്റ്റുകൾ നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മെല്ലെ മെല്ലെ അതിനുള്ള പണികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂന്നാമത്തെ സംഭവം യകൂനു ഇഖ്തിലാഫുൻ ഇൻദ മൗതി ഖലീഫ, ഒരു ഖലീഫയുടെ മരണത്തോടനുബന്ധിച്ച് അധികാരത്തിന് വേണ്ടി വടംവലി നടക്കുമെന്ന് പറഞ്ഞ സംഭവം ഉടനെ സംഭവിക്കും. അത് ഇമാം മഹദി വരുന്നതിന് മുമ്പാണ്. നോക്കൂ, ഇമാം മഹദി വരുന്നതിനോടനുബന്ധിച്ച് നടക്കേണ്ട സംഭവമാണ്. അങ്ങനെ ആ ഖലീഫ മരിക്കും. 3 മക്കൾ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തും. അവർ ഒരു പക്ഷെ കൊല്ലപ്പെട്ടേക്കാം, ആർക്കും അധികാരം കിട്ടുന്നതുമല്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫയഖ്റുജു റജുലുൻ മിൻ അഹ്ലിൽ മദീന ഹാരിബൻ ഇലാ മക്ക, മദീനത്തു നിന്നും ഒരാള് മക്കത്തേക്ക് ഓടി വരും, മസ്ജിദുൽ ഹറാമിൽ വന്ന് അഭയം തേടും. ഫയഖ്റുജൂനഹു ഫയഅതൂനഹു നാസും മിൻ അഹ്ലി മക്ക ഫയഖ്റുജൂനഹു സുമ്മ യുബായിഊനഹു കാരിഹാ. മക്കയിലെ ജനങ്ങൾ വന്ന് ഈ മഹാനെ പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ മഹാന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുന്നതാണ്. ആ മഹാന്റെ അതൃപ്തിയോടുകൂടി തന്നെ ആ മഹാനാണ് ഇമാമുനാ മഹ്ദി. കണ്ടോ? ഖലീഫയുടെ മരണത്തോടനുബന്ധിച്ച് മദീനത്ത് നിന്ന് ഓടി വന്ന് മക്കത്ത് വരുന്ന ആ മഹാൻ മഖാമിന്റെയും റുക്നിന്റെയും ഇടയിൽ വെച്ച് ബൈഅത്ത് ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ 3 സംഭവം ഇമാം മഹദി വരുന്നതിന്റെ തൊട്ടു മുമ്പ് നടക്കണം. അത് നാം മനസ്സിലാക്കണം. ഒന്ന്, യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ മല പൊങ്ങി വരും. മറ്റൊന്ന്, പാശ്ചാത്യരും മുസ്ലിങ്ങളും ഒന്നിച്ചുകൊണ്ടൊരു പൊതു ശത്രുവിനെ നേരിടും. ആ ശത്രുവിനെ പരാജയപ്പെടുത്തും. അവരുടെ ആയുധങ്ങളും സമ്പത്തുകളും ഒക്കെ ഈ സഖ്യസേന വാരിയെടുക്കും. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇമാമുനാ മഹ്ദി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് മദീനത്താണ്. മൗലിദുഹു ബിൽ മദീന, ജനനം മദീനത്താണ് നടക്കുന്നത്. 40ാമത്തെ വയസ്സിലാണ് ദൗത്യം കിട്ടുന്നത്. തുഹഫത്തുൽ അബ്റാർ എന്ന അശ്റാത്തു സാഅ, ഖിയാമത്തിന്റെ അടയാളം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ചില ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇമാം മഹ്ദി വരുന്ന ആ വർഷത്തിന്റെ
തൊട്ടു മുമ്പുള്ള റമളാൻ, ഏറ്റവും അടുത്ത റമളാൻ, ആ റമളാനിൽ ഒന്നാമത്തെ ദിവസം രാത്രി ഒരു ചന്ദ്രഗ്രഹണം സംഭവിക്കും. ആ റമളാൻ 15ന്റെ പകലിൽ ഒരു സൂര്യഗ്രഹണവും സംഭവിച്ചിരിക്കും. കണ്ടോ? ചിലരൊക്കെ പറയുന്നു അത് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലഈഫാകട്ടെ അല്ലാതിരിക്കട്ടെ, ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരടയാളം, ഇമാം മഹ്ദി വന്നു കഴിയുമ്പോൾ അവരുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് വിളിച്ചു പറയും, ഹാദാ ഖലീഫത്തുല്ലാഹിൽ മഹ്ദി ഫത്തബിഊ, ഇത് അല്ലാഹുവിന്റെ ഖലീഫ മഹ്ദിയാണ്, നിങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യണം. കിതാബിൽ തുഹഫത്തുൽ അബ്റാറിൽ വരുന്നുണ്ട്, മഹ്ദി ഇമാമിനോടൊപ്പം 3000 മലക്കുകൾ സ്ഥിരമായി ഉണ്ടാകും. അവരുടെ മുൻനിരയിൽ ജിബ്രീലുണ്ട്, മീകാഈലുമുണ്ട്. കണ്ടോ? ഒരു വലിയ പവർ, പ്രവാചകനല്ലെങ്കിലും ഒരു വലിയ പവർ ഇമാം മഹ്ദിക്ക് അല്ലാഹു കൊടുക്കും. ഇമാം മഹ്ദി വന്നു കഴിഞ്ഞാൽ അതാ മഖാമിന്റെയും ഹറമിൽ വെച്ച് ബൈഅത്ത് നടക്കും. ആദ്യം ബൈഅത്ത് ചെയ്യുന്നത് 313 ഔലിയാക്കളാണ്, സിറിയയിലെ അബ്ദാലുകളാണ്, പിന്നീട് ഈജിപ്തിലെ ഏറ്റവും മഹാന്മാരാണ്, പിന്നീട് അതുപോലുള്ള രാജ്യങ്ങളിൽപ്പെട്ട സ്വാലിഹീങ്ങളാണ്. നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെ ഇമാം മഹ്ദി ബൈഅത്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് 9-10 മാസം ഇമാം മഹ്ദി യുദ്ധരംഗത്തായിരിക്കും. 7 കൊല്ലം അധികാരത്തിലുണ്ടാകും. യംലികു 7 സിനീൻ, 7 വർഷം അധികാരത്തിലിരിക്കും. അതിൽ 10 മാസം ലോകത്തോട് യുദ്ധമായിരിക്കും. ഇമാം മഹ്ദി ആദ്യം യുദ്ധം ചെയ്യുന്നത് ആരോടാ? മഹ്ദി ഇമാം ഒറ്റയ്ക്കല്ല, മഹ്ദി ഇമാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തെല്ലാം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. സഹായിക്കുന്നത് കിഴക്കുള്ള ഒരു രാജ്യമാണ്. യഖ്റുജു നാസുൻ മിൻ അഹ്ലിൽ മശ്രിഖ്, കിഴക്ക് നിന്നുമുള്ളവരാണ് ഇമാം മഹ്ദിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. യുവത്തിഊന സുൽത്താന, അവരാണ് ഇമാം മഹ്ദിയുടെ അധികാരം ഉറപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ റഅയ്തുമുർ റായാതിസ് സൂദ് ഖദ് ജാഅത് മിൻ ഖുറാസാൻ, കറുത്ത പതാകയും പിടിച്ചുകൊണ്ട് ഖുറാസാന്റെ ഭാഗത്ത് നിന്ന് ആളുകൾ വരുന്നത് കണ്ടാൽ ഫഅതൂഹാ, നിങ്ങൾ ആ ജമാഅത്തിലേക്ക് പോകണം. ഫഇന്ന ഫീഹാ ഖലീഫത്തുല്ലാഹിൽ മഹ്ദി, ആ സംഘത്തിൽ മഹ്ദി ഇമാമുണ്ട്. ഖുറാസാനിൽ നിന്നും കറുത്ത കൊടിയും പിടിച്ചുകൊണ്ട് ഒരു സംഘം വരും. മുമ്പൊന്ന് വന്നു, അവരാണ് താലിബാൻ. അത് കഴിഞ്ഞ് വീണ്ടും അവർ വന്നു 10-20 വർഷത്തിന് ശേഷം. ഓർമ്മയില്ലേ? ഇപ്പോ അഫ്ഗാൻ ഭരിക്കുന്നത് ആരാ? താലിബാനാണ്. അപ്പോൾ അത് അഫ്ഗാനാണോ എന്ന് നാം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ഖുറാസാൻ എന്ന് പറയുന്നത് അന്ന് ഒറ്റ രാജ്യമായിരുന്നു, ഇന്ന് 3 രാജ്യത്താ. ഒന്ന് അഫ്ഗാൻ, ഇപ്പോഴത്തെ അഫ്ഗാൻ, മറ്റൊന്ന് ആസർബീജാൻ, അഫ്ഗാൻ, മറ്റൊരു 3 രാജ്യത്തായിട്ട് ഇറാന്റെ ഒരു മൂല. അങ്ങനെ 3 രാജ്യത്തായിട്ട് ഇന്ന് വിഘടിക്കപ്പെട്ടു. ഏത്? ഖുറാസാൻ. ഏതുപോലെ 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയും ഉൾപ്പെടെയുള്ള അവിഭക്ത ഭാരതമായിരുന്നല്ലോ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ഖുറാസാൻ ഇന്ന് 3ആയിട്ട് വീതിക്കപ്പെട്ടു. ഖുറാസാനിൽ നിന്നാണ് ഇമാം മഹദിക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ വരിക. അവരുടെ കൊടി കറുത്ത കൊടിയാണ്. ആ കൊടി തന്നെയാണ്, അതേ കളറാണ് റസൂലുള്ളാഹിയുടെ കൊടിക്കും. അൽ ഉഖാബ് എന്നായിരുന്നു ആ കൊടിയുടെ പേര്. ഇനിയും ഹദീസുകളുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മഹ്ദിയും യോദ്ധാക്കളും ആദ്യം യുദ്ധം ചെയ്യുന്നത് മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തഗ്സൂന ജസീറത്തൽ അറബ് ഫയഫ്തഹുഹല്ലാഹ്. ഇമാം മഹദി ആദ്യം യുദ്ധം ചെയ്യുന്നത് തഗ്സൂന, നിങ്ങൾ യുദ്ധം ചെയ്യും തഗ്സൂന ജസീറത്തൽ അറബ്, അറേബ്യൻ ഉപദ്വീപിനോട്. ഫയഫ്തഹുഹല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. ശൈഖന്മാരുടെ കസേരയൊക്കെ ആടും എന്നർത്ഥം. ശൈഖന്മാരോടാണ് ആദ്യം യുദ്ധം ചെയ്യുക. കഹ്വയും കുടിച്ച് മൂക്കും മുട്ടിക്കുന്ന ശൈഖന്മാർ, അവര് സുഖലോലുപരല്ലേ, അവർക്ക് വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ ജസീറത്തുൽ അറബ്, മിഡിൽ ഈസ്റ്റിനോട് യുദ്ധം ചെയ്യും. നിമിഷ നേരം കൊണ്ട് എല്ലാവരും അധികാരം വിട്ടറിഞ്ഞ് ഓടും. ഇമാം മഹദി അവിടെ ഫതഹാക്കും. കേട്ടോ, രണ്ടാമത് സുമ്മ ഫാരിസ, പിന്നീട് പേർഷ്യയോടാണ്, ഇറാനിനോടാണ്. ഇറാനും പിടിച്ചു നിൽക്കില്ല. അല്ലാഹു ഇമാം മഹദിക്കും അനുയായികൾക്കും ഫതഹ് കൊടുക്കും. സുമ്മ തഗ്സൂന റൂം, പിന്നീട് മൂന്നാമത് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് റോമിനോടാണ്, പാശ്ചാത്യരോടാണ്. അല്ലാഹു നമുക്ക് യൂറോപ്പും അധീനപ്പെടുത്തി തരും. 10 മാസം വാറായിരിക്കും ഇമാം മഹദി. അതിനുള്ള പവർ, ശക്തി അല്ലാഹു കൊടുക്കുക. എപ്പോഴും 3000 മലക്കുകൾ കൂട്ടത്തിലുണ്ടാവും. പ്രിയപ്പെട്ടവരെ, പിന്നീട് യുദ്ധം ഇമാം മഹദി ചെയ്യുന്നത് സുമ്മ തഗ്സൂന ദജ്ജാൽ, അതായത് ഇസ്രായേലിനോടാണ്. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യും, ജൂതരാഷ്ട്രത്തോട് യുദ്ധം ചെയ്യും. അങ്ങനെ അല്ലാഹു നിങ്ങൾക്ക് ഫതഹ് നൽകും. ആ രാജ്യം തവിടുപൊടിയാകും. കണ്ടോ, ദജ്ജാൽ എന്ന് ഞാൻ പറഞ്ഞത്, ഹദീസിൽ ദജ്ജാലിനെ പറ്റി പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ദജ്ജാല് വരുമ്പോ ഇമാം മഹദിയുടെ കാലത്ത് തന്നെ ദജ്ജാല് വരും. ആ ദജ്ജാലിനെ നേരിടുന്നത് ഈസാ നബിയും മഹദി ഇമാമും കൂടിയാണ്. ദജ്ജാല് വന്നാൽ ഉടനെ ഒരു അടയാളം പ്രത്യക്ഷപ്പെടും. അത് മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാം 2ാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. വന്നാൽ ഉടനെ തന്നെ ദജ്ജാലിനെ കൊല്ലും. ഇൻഷാ അല്ലാഹ് അത് ചുരുക്കി പറയാൻ വിഷയവുമായി ബന്ധമുള്ളത് കൊണ്ട്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന യുദ്ധം ഇസ്രായേലുമായിട്ടാണ്, ജൂതരാജ്യവുമായിട്ടാണ്. ആ രാജ്യം നിലവിൽ വന്നിട്ട് നിലവിൽ വരുത്തിയത് അമേരിക്കയാ. അങ്ങനെ ഒരു രാജ്യം അവിടെ ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന രാജ്യം ഫലസ്തീനാണ്. പാവപ്പെട്ട അറബികളാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജൂതന്മാരെ കൊണ്ടുവന്ന് ഫലസ്തീനികളുടെ മണ്ണിൽ കുടിയിരുത്തി. അവരുടെ 20% ഭൂമിയിലാണ് ആദ്യം കുടിയിരുത്തിയത്. ഇപ്പം നോക്കിയാൽ 80% മണ്ണിൽ ജൂതന്മാരാണ്. 20% മണ്ണിലെ തദ്ദേശീയരായ മുസ്ലിങ്ങളായ ഫലസ്തീനികളുള്ളൂ. 20 ലക്ഷം ഫലസ്തീനികൾ ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട്. തൊട്ടടുത്ത ജോർദാൻ, അതുപോലെ UAE, അതുപോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേലിന്റെ നാശം നോക്കൂ. മുത്തുനബി പറയുകയാണ്, ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ജൂതന്മാരോട് ഏറ്റുമുട്ടും. ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്. മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് ഏറ്റുമുട്ടാതെ ലോകം അവസാനിക്കുന്നതല്ല. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ. മുസ്ലിമീങ്ങൾ ജൂതന്മാരെ കൊന്നുകൊണ്ടിരിക്കും. ഹത്താ യഖ്തബിഉൽ യഹൂദി. അന്നൊരു യഹൂദി ചെന്ന് ഒളിക്കും. വറാ അശ്ശജരി വൽ ഹജർ. മരത്തിന്റെയും കല്ലിന്റെയും പിന്നിൽ. ഫയഖൂലുൽ ഹജറു വശ്ശജർ. അന്ന് മരവും കല്ലും വിളിച്ചു പറയും, യാ അബ്ദല്ലാഹ്, യാ മുസ്ലിമു, യാ മുസ്ലിമേ, വറാഇ യഹൂദിയുൻ. എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്. ഫഖ്തുൽഹു. നീ അവനെ കൊന്നുകളയോ എന്ന് കല്ലും മരവും വിളിച്ചു പറയും. ഇല്ലൽ വർഖദ. വർഖദ് മരമൊഴിച്ച്. ഫഇന്നഹു മിൻ ഷജരിൽ യഹൂദ്. അത് ജൂതന്റെ മരമാണ്.
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ. ഒരു മരം വിളിച്ചു പറയൂല, ബാക്കി എല്ലാ മരവും വിളിച്ചു പറയും. അതുകൊണ്ട് ജൂതന്മാർ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തെ ഹദീസിൽ ഏറ്റവും വിശ്വസിക്കുന്നത് ജൂതന്മാരാ. അവർക്കാ യക്കീൻ കൂടുതൽ. അവരെന്ത് ചെയ്തിരിക്കുന്നു? 6-7 വർഷം മുമ്പ് ഫലസ്തീനിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു, റാമല്ല, ബത്ലഹേം, ഫലസ്തീൻ, അവിടെ എല്ലാം ഈ മരം നട്ടുപിടിപ്പിക്കുകയാ. എന്തിനാ? അങ്ങനെ ഒരു യുദ്ധം വരുമ്പോൾ ഒളിച്ചിരിക്കാൻ. കണ്ടോ? 70ഓളം മരങ്ങളുണ്ടെന്ന, ഓർക്കിഡെന്നാണ് അതിന്റെ പേരെന്ന് പറയപ്പെടുന്നു. ഏതായാലും അവിടെ ഒരു റിസർച്ച് നമുക്ക് ആവശ്യമുണ്ട് ഹദീസൊക്കെ വെച്ചുകൊണ്ട്. ഗർക്കദും ഓർക്കിഡും ഒന്നാണോ എന്ന് ഒരു റിസർച്ചിന് നമ്മൾ ശ്രമിക്കണം, ഒരു ഗവേഷണം നടത്തേണ്ടതുണ്ട്. ഏതായാലും ഈ മരം വലിയ പൊങ്ങിപ്പോകാത്ത ഒരു മരമാ, മനസ്സിലായില്ലേ? പടർന്നു നിൽക്കുന്ന ഒരു കുറ്റിച്ചെടി മോഡലാ. ജൂതന്മാർ ഒളിക്കുന്ന യുദ്ധമാണ്. ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ഈ ജൂതരാഷ്ട്രത്തോട് ചെയ്യുന്ന യുദ്ധത്തിൽ അവർ ഒളിച്ചിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി നടക്കാൻ പോകുന്ന യുദ്ധം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തുഖാതിലൂ ഊസൻ വകർമാന, ഊസിനോടും കർമാനിനോടും യുദ്ധം ചെയ്യുന്നത് വരെ. ഇമാം മഹദി ഇനി യുദ്ധം ചെയ്യാൻ പോകുന്ന രാജ്യങ്ങൾ ഏത് എന്ന് നിങ്ങൾ നോക്കിക്കോ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സിഗാറുൽ അയുൻ, ചെറിയ കണ്ണുള്ളവരാണ്. മൂക്ക് പരന്നവരാണ്. മുഖത്ത് ചുമന്ന കളറാണ്. മുത്തുനബി പറയുകയാണ്, കഅന്ന വുജൂഹഹും കൽ മജാനിൽ മുത്റക, അവരുടെ മുഖം അടിച്ചു പരത്തപ്പെട്ട പരിച പോലെയാണ്. മുഖത്ത് മാംസളതയില്ല, മുഖത്ത് നല്ല മാംസം തിങ്ങിയിരിപ്പില്ല. അവരുടെ മുഖം അടിച്ച് പരത്തപ്പെട്ടവരെ പോലെയാണ്. ആ രാജ്യം ആ ലക്ഷണമുള്ളവരാണ്. ഒന്ന് വ്ളാഡിമിർ പുട്ടിന്റെ റഷ്യ, മറ്റൊന്ന് ചൈനക്കാര്, മറ്റൊന്ന് മംഗോളിയ, മറ്റൊന്ന് തായ്ലൻഡ്. ഇമാം മഹദി അങ്ങോട്ടെല്ലാം കടന്നു പോകുമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ലോകം കീഴടക്കും 10 മാസം കൊണ്ട്. 2-3 വർഷം മുമ്പ് സഖാവ് പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായിരുന്നു പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ സാറ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ജനം ടിവിയുടെ ഒരാള് അഭിമുഖത്തിന് വന്നപ്പോ സുധാകരൻ സാറ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങളുടെ തലയിൽ കയറുന്നത്? അവർ 50 കൊല്ലത്തിനുള്ളിൽ ലോകം കീഴടക്കേണ്ടവരാണ്. ഓർമ്മയുണ്ടോ? അത് കേട്ടിരുന്നോ? എത്ര സുന്ദരമായിട്ട് ഈ സുധാകരൻ സാർ വലിയ വായിക്കുന്ന ആളാണ്, നല്ല പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ടിരുന്നു പോവും. നല്ല തമാശയും പറയും, ഫലിതങ്ങളൊക്കെ പറയും. നോമ്പ് പിടിക്കല്ലേ? ആലപ്പുഴ എന്നുള്ള അദ്ദേഹത്തിന് ഇപ്രാവശ്യം 2ാം ടൈമിൽ പിണറായി മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അതിന്റെ പേരിൽ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് പാർട്ടിയിൽ. അത് ഞാൻ അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല, മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അദ്ദേഹം പറഞ്ഞത് 50 വർഷം എന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇനി ഇമാം മഹദി യുദ്ധം ചെയ്യുന്നത് ആരോടാണെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സമിഅതും ബിമദീന, നിങ്ങൾ ഒരു പട്ടണത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? ജാനിബും മിൻഹാ ഫിൽ ബർ വജാനിബും മിൻഹാ ഫിൽ ബഹർ, അതിന്റെ ഒരു ഭാഗം കരയിലാണ്, ഒരു ഭാഗം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. സഹാബത്തിന് മനസ്സിലായി ആ രാജ്യം ഫതഹുൽ ഖുസ്തുൻതീനിയ, ഇസ്താംബൂൾ പട്ടണമാണ്. അതായത് റജബ് തയ്യിബ് ഉർദുഖാൻ ഭരിക്കുന്ന തുർക്കി ഫതഹാകും എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുസ്ലിങ്ങളുടെ കയ്യിലാണല്ലോ. അപ്പൊ ഫതഹാകണമെങ്കിൽ സുഹൃത്തുക്കളെ കാത്തിരുന്നോ, ചിലപ്പോൾ തുർക്കിയെ പാശ്ചാത്യരോ അല്ലെങ്കിൽ റഷ്യൻ സഖ്യസേനയോ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? റഷ്യക്ക് നല്ല പകയുണ്ട് തുർക്കിയോട്. കാരണം തുർക്കി ഇന്ന് ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു.
തുർക്കി ഫണ്ട് നാറ്റോയിൽ യൂറോപ്യൻ സഖ്യത്തിൽ ചേർക്കാൻ പറഞ്ഞു, ചേർത്തില്ല. യൂറോപ്പിലെ രോഗി എന്നൊരു പേര് തുർക്കിക്കുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ തുർക്കി ഇന്ന് ഡ്രോണുകൾ വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങി, പൈലറ്റില്ലാത്ത ഡ്രോണുകൾ. അതാണ് ഉക്രൈൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത് റഷ്യക്കെതിരെ. നോക്കൂ, കുറച്ചു കാലത്തേക്കെങ്കിലും തുർക്കി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ തുർക്കി രണ്ടാമത് കീഴടക്കുന്നത് ഇമാം മഹദി വന്നു കഴിയുമ്പോഴാണ്. അപ്പോൾ ഇനിയുള്ള ഓരോ വർഷവും നമുക്ക് നിർണായകമാണ്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കും പരീക്ഷണ കാലഘട്ടമായിരിക്കും. തമാശ കളിക്കേണ്ട സമയമല്ല, TV തുറന്നു വെച്ച് സിനിമ കാണേണ്ട സമയമല്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന ദിക്റ് പറഞ്ഞ് റബ്ബിന്റെ സഹായത്തിന് വേണ്ടി നിങ്ങൾ കരഞ്ഞു ദുആ ചെയ്തോ. അള്ളാഹു ഇടപെട്ടില്ലെങ്കിൽ അള്ളാഹു ഇടപെടണം. സുഹൃത്തുക്കളെ, 25 കോടി മുസ്ലിമീങ്ങളാണ് ഭാരതത്തിലുള്ളത്. നിങ്ങൾക്കിവിടെ ബഹുമാനം കിട്ടും, പക്ഷേ നിങ്ങളുടെ വോട്ടവകാശം എടുത്തു കളയും എന്ന് കഴിഞ്ഞ ദിവസം ഹിന്ദു പാർലമെന്റ് അവരുള്ളിൽ സ്വാമിമാരെല്ലാം കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. ഹിന്ദു രാജ്യം വരാൻ പോവുകയാണ്. 2024 ഏക സിവിൽ കോഡ് അവർ പാസ്സാക്കും. അതിന്റെയൊക്കെ തുടക്കമാണ് കർണാടക ഹൈക്കോടതിയുടെ ഹിജാബിനെതിരെയുള്ള വിധി. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മുസ്ലിയാക്കന്മാരെ തീവ്രവാദിയാക്കുന്ന സമുദായമായി സമുദായം. ഹദീസിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പുള്ളിക്ക് ജിഹാദ് മൂത്തിരിക്കുക എന്ന് പറയും. ഇല്ലേ? ആർക്കും ഒരു ജിഹാദ് മൂത്തിട്ടില്ല. കാലത്തിന്റെ കുളമ്പടി ശബ്ദം തിരിച്ചറിഞ്ഞാൽ നല്ലത്. ഇതെല്ലാം സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കും. വരാൻ പോവുകയാ. 10 മാസം വാറായിരിക്കും ഇമാം മഹദി. അതിനുള്ള പവർ, ശക്തി അള്ളാഹു കൊടുക്കുക. എപ്പോഴും 3000 മലക്കുകൾ കൂട്ടത്തിലുണ്ടാവും. വലിയ തേജസ്സാണ് ആ മുഖത്തിന്. നെറ്റി വീതി കൂടിയ നെറ്റി, വളഞ്ഞു കൂർത്ത മൂക്ക്, മെലിഞ്ഞ് നല്ല അരോഗദൃഢഗാത്രനായ മഹദിയുടെ ആ ശരീരം. ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സുർമയിട്ടതുപോലുള്ള കണ്ണുകൾ. നല്ല സുന്ദരനാണ് ഇമാം മഹദി. മുത്തുനബിയുടെ അഹ്ലുബൈത്താണ്, സയ്യിദാണ്, തങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അഹ്ലുബൈത്തിൽപ്പെട്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുർക്കിയിലേക്ക് 70,000 സൈന്യം കടന്നു പോകും. ഇമാം മഹദിയുടെ സൈന്യം ബനുൽ അസ്ഫർ, ബനു ഇസ്ഹാഖ് നബിയുടെ മക്കളെന്നൊക്കെ ഹദീസിൽ വരുന്നുണ്ട്. അവരെല്ലാം ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്, തൊലി വെളുത്തവരാണ്. അവർ ആയുധങ്ങളില്ലാതെ, ബോംബില്ലാതെ, വാളില്ലാതെയാണ് യുദ്ധം ചെയ്യുന്നത്. നിരായുധരായിട്ടാണ് 3 പ്രാവശ്യം അവർ ദിക്റ് പറയുമ്പോൾ തുർക്കി കീഴടങ്ങും. തുർക്കി വീണ്ടും ഫതഹായി വരും. അവര് പറയും, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്ർ പറയുമ്പോൾ ഒരു വിഭാഗം തുർക്കിയതാ മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടുകയാണ്. രണ്ടാമതും പറയും അല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ തുർക്കിയുടെ ഒരു ഭാഗം കൂടി ഫതഹാകും. മൂന്നാമതൊരു ദിക്ർ കൂടി പറയുമ്പോൾ ഈ 70,000 പട്ടാളവും തുർക്കിക്കകത്ത് എത്തിയിരിക്കും. ഒരു തുള്ളി രക്തം ചിന്താതെ തുർക്കിയെ വിമോചിപ്പിച്ചെടുക്കും. കുസ്തുൻതീനിയ എന്നാണ് ഹദീസിൽ. അതാണ് ഇസ്താംബൂൾ ഇന്നത്തെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തുർക്കിയും ഫതഹായി കഴിയുമ്പോൾ അതാ ആരോ വിളിച്ചു പറയുന്നു, ദജ്ജാൽ പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഷാമിലേക്ക് പോവുകയാണ്. ഇനി സിറിയയിലേക്ക്, ഫലസ്തീന്റെ അതിർത്തിയിലേക്ക്. ദജ്ജാൽ പുറപ്പെട്ടിരിക്കുകയാണ്. ദജ്ജാൽ പുറപ്പെട്ടാൽ ദജ്ജാലിനെ കൊല്ലുന്നതിന് വേണ്ടി ആകാശലോകത്തു നിന്നും ഈസാ ഇബ്നു മറിയം ഇറങ്ങി വരണം. നോക്കൂ, അങ്ങനെ എല്ലാവരും ബൈത്തുൽ മുഖദ്ദസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങോട്ട് നീങ്ങുകയാണ്. ദജ്ജാൽ പുറപ്പെട്ടിരിക്കുകയാണ്. ഹദീസിൽ
വരുന്നു അദ്ദജ്ജാലു അഅ്വറുൽ ഐനിൽ യുസ്ര, ഇടത് കണ്ണ് പൊട്ടിയവനാണ് ദജ്ജാൽ, ഒറ്റ കണ്ണേ ഉള്ളൂ. മക്തൂബുൻ ബൈന ഐനൈ, അവന്റെ നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കാഫ് ഫാഇറ, കഫറ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. നിഷേധി എന്ന ഫ്ലക്സ് ഒട്ടിച്ചാണ് മൂപ്പര് വരിക, ഒറ്റ കണ്ണേ ഉള്ളൂ. ലുബ്സുഹു ഫിൽ അർള്, ഭൂമിയിൽ 40 ദിവസം താമസിക്കും. ആദ്യത്തെ ദിവസമാണ് ഒരുപാട് ഫിത്നകളും കൊലപാതകങ്ങളും ഇളക്കി വിടുന്നത്. ആദ്യത്തെ ദിവസം കസന, ഒരു കൊല്ലത്തെ വഴി ദൂരമുണ്ട്, ദൈർഘ്യമുണ്ട്. രണ്ടാമത്തെ ദിവസം കസന കശഹർ, ഒരു മാസം പോലെയാണ്. മൂന്നാമത്തെ ദിവസം കജുമുഅ, ഒരു ആഴ്ചയുടെ നീളമാണ്. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, മറ്റു ദിവസം നിങ്ങളുടെ സാധാരണ ദിവസം പോലെയാണ്. ഭൂമിയിലൂടെ സഞ്ചരിക്കും ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ അല്ലേ. അത്തഹിയാത്തിൽ കാവലിനെ തേടാൻ എത്രയോ കാലമായി നമ്മൾ തുടങ്ങിയിരിക്കുന്നു. മുത്തുനബി പറഞ്ഞു, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമി സാഅ അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. ആദമിനെ സൃഷ്ടിച്ച അന്നു മുതൽ ഖിയാമത്ത് നാൾ വരെ ഒരുപാട് സംഭവങ്ങൾ ലോകത്ത് അരങ്ങേറും. ഏറ്റവും പരീക്ഷണമുള്ള സമയമാണ് ദജ്ജാലിന്റെ കാലം. കണ്ടോ? അപ്പോ ഏറ്റവും ഭയപ്പെടേണ്ടത് ആരെയാ? മോഡിനെ അല്ല, അമിത്ഷാനെയും അല്ല, പിന്നെ ആരാ? ദജ്ജാലിനെയാ ഭയപ്പെടേണ്ടത്, അല്ലേ? അല്ലേ അബ്ദുൽ ബാരി ഉസ്താദേ? കാരണം അത്തഹിയാത്തിൽ നമ്മൾ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വ മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. കണ്ടോ? എല്ലാ സ്ഥലത്തും ദജ്ജാൽ എത്തും. ദജ്ജാലിനെ പറ്റി മാത്രം പറഞ്ഞാൽ തന്നെ ഒരു ദിവസം വേണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് പരീക്ഷണങ്ങൾ ദജ്ജാലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അഭയം തേടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. മൻ ഹഫിള അശ്റ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറത്തിലെ ആദ്യത്തെ 10 ആയത്ത് മനപ്പാഠമാക്കി വെച്ചോ, ഉസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഷർറിൽ നിന്നും രക്ഷപ്പെടും. അൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്ത്, അവസാനത്തെ 10 ഒരു റിവായത്ത് കാണാം. ഇൻഷാ അല്ലാഹ് പഠിച്ചു വെച്ച ഒരു 10 ആയത്ത് പഠിച്ചു വെച്ചാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ദജ്ജാൽ കടന്നിരിക്കും. ഈ സമയത്ത് ദജ്ജാലിന്റെ ഫിത്ന അവസാനിപ്പിക്കാൻ അല്ലാഹു തആല ഈസാ ഇബ്നു മറിയമിനെ ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. ഇപ്പോൾ 2ാം ആകാശത്തിലാണുള്ളത്. വിചാരങ്ങളും വികാരങ്ങളും ഭക്ഷണപാനീയങ്ങളും ഇല്ലാതെ മലക്കുകളോടൊപ്പം ഇബാദത്തിലാണ് ഈസാ നബി. ആകാശത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ കല്യാണം കഴിച്ചിരുന്നില്ല. അവിവാഹിതനായിട്ടാണ് മുകളിലേക്ക് ഉയർത്തപ്പെട്ടത്. ഇനി ഭൂമിയിലേക്ക് വരും. യൻസിലു ഈസാ ഇബ്നു മറിയമ ഇലൽ അർള് വയംകുസു 45 സന. ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ 45 കൊല്ലം ഭൂമിയിൽ താമസിക്കും. സുമ്മ യതസവ്വജു മിൻ അഹ്ലി ബൈതി. മുത്തുനബി പറയുകയാണ്, സയ്യിദ് വംശത്തിൽപ്പെട്ട, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഈസാ നബി വിവാഹം ചെയ്യും. വയൂലദു ലഹു, മക്കളും ഉണ്ടാകുമെന്ന് നുബുവത്തിന്റെ നാവുകൊണ്ട് ഷഫീയുനാ റസൂലുള്ളാഹി. 2 ആൺകുട്ടികൾ ജനിക്കും. മൂത്ത മകനിക്ക് മൂസ എന്ന് പേരിടും, 2ാമത്തെ മകനിക്ക് അബ്ദുല്ല എന്ന് പേരുമിടും. കണ്ടോ? അല്ലെങ്കിൽ മുഹമ്മദ്. ഇതുവരെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടു. സുഹൃത്തുക്കളെ, എന്തിനാ ഈസാ നബിക്ക് അല്ലാഹു കല്യാണം കഴിക്കാൻ പറയുന്നതും മക്കളെ കൊടുക്കുന്നു അറിയോ? ഈസാ ദൈവമല്ല എന്നറിയിക്കാൻ, യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരെ ബോധ്യപ്പെടുത്താം. കാരണം ദൈവത്തിന് വൈഫില്ല, ദൈവത്തിന് ഭാര്യയുണ്ടോ? ദൈവത്തിന് മക്കളുണ്ടോ? ലം യലിദ് വലം യൂലദ്, അവൻ ജാതനല്ല ജനയിതാവുമല്ല. മഹാനായ ഈസാ ഇബ്നു മറിയം അല്ലാഹുവിന്റെ കലിമത്താണ്, വചന
വചനമാ. ഇന്നമൽ മസീഹു ഈസാ ഇബ്നു മറിയം റസൂലുള്ളാഹ് വ കലിമത്തു അൽഖാഹാ ഇലാ മറിയം വ റൂഹും മിൻ. കണ്ടോ, ഇതാണ് ഖുർആന്റെ കൺസെപ്റ്റ്. ആരാണ് യേശു? ഇന്നമൽ മസീഹു ഈസാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ മിശിഹ ഈസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ മെസ്സഞ്ചറാണ്, റസൂലാണ്, ദൂതനാണ്. വ കലിമത്തുഹു, അല്ലാഹുവിന്റെ വചനമാണ്. അൽഖാഹാ ഇലാ മറിയം, ആ വചനത്തെ മറിയമിലേക്ക് അല്ലാഹു ഇട്ടു. വ റൂഹും മിൻ, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. ഇത്രയും റെസ്പെക്റ്റ് ആണ് അല്ലാഹുവും നാലാം വേദമായ ഖുർആനും ഈസാ നബിക്ക് കൊടുക്കുന്നത്. ആ ഈസാ നബി അലൈഹിസ്സലാം വരുന്നത് ദജ്ജാലിനെ കൊല്ലാനാ. അപ്പോൾ മഹദി ഇമാമിന്റെ കാലത്ത് തന്നെ ദജ്ജാല് വരും, ഈസാ നബിയും വരും. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, കൈഫ അൻതും ഇദാ നസല ഫീകും ഇബ്നു മറിയം വ ഇമാമുകും മിൻകും. നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. കൈഫ അൻതും ഇദാ നസല ഫീകും ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബി നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോ, വ ഇമാമുകും മിൻകും, നിങ്ങളിൽ നിന്നു തന്നെ ഇമാം മഹ്ദി മഹാനായ ഈസാ നബിയെ പ്രതീക്ഷിച്ചുകൊണ്ട്. കണ്ടോ, ഈസാ നബിയുടെ വരവ് ഇമാം മഹ്ദി പ്രതീക്ഷിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യൻസിലു ഈസാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബി ഭൂമിയിലേക്ക് ഇറങ്ങും. ഇന്ദൽ മനാറത്തിൽ ബൈളാ, വെളുത്ത മുനാരത്തിൽ, ശർഖി ദിമഷ്ക, ഡമാസ്കസ് പട്ടണത്തിലുള്ള മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിൽ. ആ പള്ളി ഇപ്പോൾ നിലവിലുണ്ട്. ആ പള്ളിയുടെ പേര് അൽ മസ്ജിദുൽ ജാമിഉൽ അമവി. വെളുത്ത പെയിന്റ്, വെളുത്ത മുനാരം. ആ വെളുത്ത മുനാരത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങും. എങ്ങനെയാ ഇറങ്ങുന്നത്? വാലിഅൻ കഫൈ, രണ്ട് കൈ വെച്ചിട്ടുണ്ടാകും. അലാ അജ്നിഹത്തി മലക്കൈൻ, രണ്ട് മാലാകമാരുടെ ചിറകിൽ കൈ വെച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്ന് കുളിച്ച് ഇറങ്ങി വരുന്നവരെ പോലെ അതാ താടി തലമുടിയിൽ നിന്നും തുഷാര ബിന്ദുക്കൾ ഇറ്റിറ്റു വീഴും, മഴത്തുള്ളികൾ ഇറ്റുന്നത് പോലെ മഹാനായ ഈസാ നബി മസ്ജിദുൽ ജാമിഉൽ അമവിയുടെ മുനാരത്തിൽ ലാൻഡ് ചെയ്യും. ഏത് വഖ്തൽ ഫജ്ർ, ഫജ്റിന്റെ സമയത്ത്, സുബഹിയുടെ സമയത്ത്. ഇത് ഉഖീമത്തിസ് സ്വലാ, സുബഹിക്ക് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെടുന്നു. പള്ളിക്കകത്തൊരാരവം. ഇമാം മഹ്ദി തിരിഞ്ഞു നോക്കും, അതാ ഈസാ നബി പള്ളിക്കുള്ളിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മഹ്ദി ഈസാ നബിയെ മെഹ്റാബിലേക്ക് ക്ഷണിക്കും. തആൽ സ്വല്ലി ബിനാ, വന്നാലും ഞങ്ങൾക്ക് ഇമാമത്ത് നിന്നാലും. ലാ, ഞാൻ ഇമാമത്ത് നിൽക്കില്ല. ഇന്ന ബഅലഹും അമീറു ബഅൽ. ഈസാ നബി പറയുന്ന വാക്കാ, തക്രിമത്തുല്ലാഹി ഹാദിഹിൽ ഉമ്മ. നിങ്ങൾ ചിലരുടെ ഇമാമിങ്ങളാ, ഈ സമുദായത്തിന്റെ ബഹുമാനമാണത് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മഹ്ദിയുടെ തോളിൽ തട്ടിക്കൊണ്ട് ഈസാ നബി പറയും, അവിടന്ന് നിൽക്കണം. അങ്ങനെ ഇമാം മഹ്ദി ഇമാമത്ത് നിൽക്കും, ഈസാ നബി മഅ്മൂമുമാകും. നിസ്കാരം പൂർത്തീകരിക്കും. പിന്നീട് ഈസാ നബിയും മഹ്ദി ഇമാമും ഈസാ നബിയുടെ പട്ടാളത്തിലേക്ക് ചേരുകയാണ്. ഒന്നിച്ച് പുറത്തേക്ക് വരും. യത്ലുബുഹു, ദജ്ജാലിനെ അന്വേഷിക്കുകയാണ്. വയഖ്തുലുഹു ബിബാബിലുദ്, ബാബിലുദ് എന്ന സ്ഥലത്ത് വെച്ച് ഈസാ നബി ദജ്ജാലിനെ കൊല്ലും. ബാബുലുദ്, ആ സ്ഥലം ഇപ്പോൾ റെഡിയാ. അവിടെ ഇസ്രായേലിന്റെ ഒരു എയർപോർട്ടുമുണ്ട്, ഒരു സൈനിക യൂണിറ്റുമുണ്ട്, പട്ടാള ക്യാമ്പുമുണ്ട്. ആ വിമാനത്താവളത്തിന്റെ പേര്
ബാബുലുഡ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. LUDD. ഇംഗ്ലീഷിൽ ദാലില്ലാത്തത് കൊണ്ട് ലുഡ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഞങ്ങൾ ഫലസ്തീനിൽ ചെന്നപ്പോ ബാബുലുദ്ദിലൂടെ കടന്നുപോയി ആ സൈനിക യൂണിറ്റ് കാണാൻ സാധിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഈസാ നബി ദജ്ജാലിനെ കൊല്ലുന്നത്. വെടിവെച്ചല്ല, വാളുകൊണ്ട് മുറിച്ചിട്ടുമല്ല. ഹർബത്ത്, ഒരു തരം ചാട്ടുളി ഉന്നം പിടിച്ച് ഈസാ നബി എറിയുകയാ. ദജ്ജാലു വരണ്ടോടും. യദൂബു കമാ യദൂബുൽ മിൽഹു, ഉപ്പുരുകുന്നത് പോലെ ഉരുകും. ആ ചാട്ടുളി വന്ന് മർമ്മത്തിൽ കുറിക്കുകൊള്ളും. രക്തം തെറിച്ചുകൊണ്ട് വലിയ ശബ്ദത്തോടുകൂടി ദജ്ജാല് നിലംപൊത്തും. ഒറ്റ കണ്ണുള്ള ജുഫാലുഷഅർ, ദേഹത്ത് മുഴുവനും ജടപിടിച്ച മുടിയുള്ള ദുർഗന്ധം വമിക്കുന്ന 70,000 ജൂതന്മാരാണ് ദജ്ജാലിന്റെ പട്ടാളം. മുത്തുനബി പറഞ്ഞു, യതുബഉദ്ദജ്ജാൽ 70,000 മിൻ യഹൂദി ഇസ്ഫഹാൻ. ഇസ്ഫഹാൻ നാട്ടിലെ 70,000 ജൂതന്മാരാണ് ദജ്ജാലിന്റെ പട്ടാളമെന്ന്. അലൈഹിമുസ്തയാലിസ, അവരുടെ തലയിലും തോളിലും ഒരു തരം ഷാള് കടപ്പുണ്ട്. ജൂതന്മാർ അണിയുന്ന ഷാളിനാണ് ത്വയാലിസ എന്ന് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിന്റെ പുറത്ത് ചെന്നാൽ, അല്ലെങ്കിൽ സിയോൺ മലയുടെ മുകളിൽ ദാവൂദ് നബിയുടെ ഖബറുണ്ട്. പകുതി മുസ്ലിമീങ്ങൾ സിയാറത്ത് ചെയ്യുന്നു, പകുതി ജൂതന്മാരും സിയാറത്ത് ചെയ്യുന്നു. അവിടെ ഇരുന്ന ജൂത പണ്ഡിതൻ റബ്ബി എന്ന് പറയും. അവർക്കും ചെറിയ തൊപ്പിയുണ്ട്. ചെറിയ തൊപ്പിയാണ്. നമ്മുടെ മാർപ്പാപ്പയൊക്കെ ധരിക്കുന്ന സൈസ് കുഞ്ഞു തൊപ്പി. ആ തൊപ്പി വെച്ച കറുത്ത താടിയുള്ള, വലിയ മുഖത്ത് വലിയ വെറുപ്പ്, മുസ്ലിമിനോട് വലിയ വിദ്വേഷം കാണിക്കുന്ന റബ്ബികൾ, ജൂത പണ്ഡിതന്മാർ ആ മഖബറയിൽ ഇരുന്ന് ദാവൂദ് നബിക്ക് അള്ളാഹു കൊടുത്ത സബൂർ ഇങ്ങനെ പാരായണം ചെയ്യുന്നത് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ സിയോൺ മല ഞങ്ങൾ കാണുകയുണ്ടായി. അവിടെ വെച്ച് ജൂതന്മാർ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, സ്വന്തം രക്തത്തിൽ വിരൽ മുക്കിക്കൊണ്ട് മദീന ഉൾപ്പെടെയുള്ള രാജ്യം ഞങ്ങൾ കീഴടക്കും എന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന അവര് സ്വപ്നം കാണുകയാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദജ്ജാലിന്റെ വധം നടന്നു കഴിഞ്ഞു. ലോകത്ത് നിന്ന് ആ ഫിത്ന എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി ലോകം ഈസാ നബിയുടെ കയ്യിലാ. ഒരു റിവായത്തിൽ 45 എന്നും 40 എന്നും വന്നിട്ടുണ്ട്. ഏതായാലും ഈസാ നബി അലൈഹിസ്സലാം ഭരണം നടത്തും. പക്ഷേ ഈസാ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഉമ്മത്തിയായിട്ടാണ് വരുന്നത്. ഖുർആൻ അനുസരിച്ചാണ് ഭരണം നടത്തുക. ഇതെല്ലാം ഹദീസിൽ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യൻസിലു ഫീകും ഇബ്നു മറിയം ഹകമൻ അദ്ലാ, നീതിമാനായ ഭരണാധികാരിയായി ഈസാ നിങ്ങളിലേക്ക് വരാനടുത്തു. യലഉൽ ജിസിയ യഖ്തുലുൽ ഖിൻസീർ യക്സിറുസ് സലീബ്. ഈസാ നബി വന്നാൽ ചെയ്യുന്ന 3 കാര്യം. 1, ചുങ്കം അവസാനിപ്പിക്കും. ആരോടും ഈസാ നബി പറയും, ഇസ്ലാം അല്ലാത്ത മറ്റൊന്നും സ്വീകരിക്കുകയില്ല. ചുങ്കമോ പണമോ തന്നാലും രക്ഷയില്ല, മുസ്ലിമായി മാറണം. രണ്ടാമത്തത് യഖ്തുലുൽ ഖിൻസീർ, പന്നിയെ കൊന്നുകളയും ഈസാ നബി. കാരണം എല്ലാ മതങ്ങളിലും പന്നിയിറച്ചി ഹറാമാണ്. പക്ഷേ ക്രൈസ്തവർ പന്നിമാംസം ഭക്ഷിക്കുന്നുണ്ട്. കാരണം പന്നി നിരോധിക്കാൻ കാരണം അതിൻ്റെ ദേഹത്ത് ഒരു തരം ബ്രെയിൻ ഫീവർ ഉണ്ട്. അത് എത്ര ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയെടുത്താലും അത് നശിക്കുന്നില്ല. ഒരു തരം നാടവിര, അത് പരത്തുന്ന രോഗമാണ് ബ്രെയിൻ ഫീവർ, തലച്ചോർ ജ്വരം, പനി എന്ന് പറയുന്ന അസുഖം. അതുമാത്രമല്ല, പന്നി നികൃഷ്ടതയിൽ മാലിന്യത്തിൽ ജീവിക്കുന്ന ജീവിയാണ്. അതും മാലിന്യത്തിൽ വിസർജന വസ്തുക്കളിലാണ് കഴിച്ചുകൂട്ടുന്നത്. അതുമാത്രവുമല്ല, പന്നിയിറച്ചി ഭക്ഷിക്കുമ്പോൾ ജീനിൽ മാറ്റങ്ങൾ വരും. എന്താണ് ആ മാറ്റം? ശാസ്ത്രം കണ്ടെത്തി. ഒരു പന്നി ഇണചേരുമ്പോൾ മറ്റൊരു ആൺ പന്നി വന്നാൽ ഈ പന്നി മാറിക്കൊടുക്കും. വന്ന
ജീവിക്ക് അവസരം ഒരുക്കി കൊടുക്കും. ഈ സ്വഭാവം ആ ഇറച്ചി തിന്നുന്നവർക്കും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്ക് കാഴ്ചവെക്കാൻ പോലും മടിയില്ലാത്ത ഒരു സ്വഭാവം. അവർക്ക് ഹദീസിൽ പറഞ്ഞത് ദയ്യൂസ് എന്നാ. അല്ലാഹു നാളെ മഹ്ശറയിൽ ഖിയാമത്ത് നാളിൽ അത്തരക്കാരുടെ മുഖത്തേക്ക് നോക്കുക പോലുമില്ല. ഇന്ന് ആ സ്വഭാവത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് യുക്തിവാദി ജബ്ബാർ മാഷും നമ്മുടെ ജാമിദ ടീച്ചറും ലിയാഖത്തും ഒക്കെ പറയുന്നത് ഈ നിക്കാഹിന്റെ ഒന്നും ആവശ്യമില്ല, ഖാദിയും വരണ്ട, 2 സാക്ഷിയും വേണ്ട, മഹറും വേണ്ട, പിന്നെ എന്താ വേണ്ടത്? കൺസെന്റ്. അനുവാദം ചോദിച്ചു സമ്മതിച്ചാൽ ഓക്കെ. കാളയ്ക്കുന്നൊരു വേളി മറ്റന്നാളും 4-ാം നാളും വേറെ വേറെ വേളി. എങ്ങനെയുണ്ട്? ഇങ്ങനെയുണ്ട്. ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ ജാമിദയോടൊക്കെ പലരും സമ്മതം ചോദിക്കാൻ തുടങ്ങിയിരിക്കുക. ഇപ്പൊ അവർക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാ സോഷ്യൽ മീഡിയ മുഴുവൻ. കാരണം എന്താ, സമ്മതം ചോദിക്കാമെന്നല്ലേ പറഞ്ഞത്, അല്ലേ? ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാവുന്ന. എവിടെ എത്തി സുഹൃത്തുക്കളെ? പണ്ടത്തെ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നു, അല്ലേ? പാടണോ? പണ്ടത്തെ പാട്ട്. ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് എന്ന് പറയുന്നൊരു പാട്ടില്ലേ? ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാൻ 100cc ബൈക്കും അതിലൊരു പൂജാപ്പട്ടും വേണം. പഴയ പാട്ടായി. പൂജാപ്പട്ട ആരാണ് എനിക്കറിയില്ല. ഏതൊരു ഗ്ലാമർ താരം എന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു, അല്ലേ? കള്ളക്കാമത്തിനൊരു ചൊല്ലപ്പേരെ പ്രേമം, കള്ളക്കഥയിനി വേണ്ട, കല്യാണങ്ങൾ വേണ്ട. കൂടെയുറങ്ങാൻ മാരേജാറ്റും താലിയുമൊന്നും വേണ്ട, കുട്ടികളെന്തിന് താരാട്ടൊന്നിനി വേണ്ട, ഒട്ടുകഴിഞ്ഞു മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലിപ്പിരിയാം. കണ്ടോ? ഒട്ട് കഴിഞ്ഞു മടുത്താൽ പിന്നെ ഗുഡ് ബൈ, വല്ലതും കൊടുക്കാനുള്ള കൊടുത്തിട്ട് തലി സലാമത്താക്കാം. ഈ ഒരു അവസ്ഥയിലേക്ക് ലോകം വരണമെന്നാണ് ഫ്രീ തിങ്കേഴ്സ്, യുക്തിവാദികൾ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ യുക്തിവാദികൾക്ക് യുക്തിയില്ല കേട്ടോ, യുക്തിയില്ല. ഞാൻ ഇന്ന് യാസീൻ സൂറ നമ്മുടെ കടൂപ്പാടം പള്ളിയിൽ 14ാമത്തെ ക്ലാസ് യാസീൻ തീർന്നു. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. മനുഷ്യ നീ ചിന്തിക്ക, നിന്നെ ഞാൻ പടച്ചത് എങ്ങനെയാ? ബീജവും അണ്ടവും കൂടിച്ചേർന്ന് നുത്ഫത്ത് അംഷാജ് സൈഗോട്ട്. +2 നമ്മൾ പഠിച്ചു ഇംപ്ലാന്റേഷൻ ഓഫ് സൈഗോട്ട്. പുരുഷന്റെ ബീജം, സ്ത്രീയുടെ അണ്ടം, ഇത് കൂടി ചേർന്നിട്ട് ഒന്നിച്ചൊന്നായിട്ട് യൂട്രസിലേക്ക് നീന്തുകയാ. 7ാമത്തെ ദിവസം ഗർഭപാത്രത്തിലെത്തും. എന്നിട്ട് മുകളിൽ കടിച്ചു പിടിച്ച് കിടന്നങ്ങോട്ട് വളരുകയാ. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ കടിച്ച് പിടിച്ച് കിടന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നവരാ. മനസ്സിലായില്ലേ? നമ്മുടെ ഉമ്മാനെ മറക്കല്ലേ. ഉമ്മാടെ ഗർഭത്തിൽ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പോ ലോകം അധാർമികമായി മുന്നേറും. ഞാൻ ഈയിടെ ബുഖാരിയിൽ ഒരു ഹദീസ് കണ്ടു, ഇസ്മായിൽ ഉസ്താദ് ബാഖവി. അതായത് അവസാന കാലത്ത് 40 സ്ത്രീകൾ ഒരു പുരുഷന്റെ പിന്നാലെ ഓടുമെന്നാണ്. 40 സ്ത്രീകൾ. ഞാനിതൊരു സ്ഥലത്ത് ഹദീസ് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയുക, 40 പുറകെ വരണ്ട, ഒരെണ്ണമെങ്കിലും വന്നാ മതിയായിരുന്നു. എന്താ ചെയ്യുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പന്നിയെ കൊല്ലും. ആ പന്നിയെ പറ്റി കിതാബുകളിൽ ഒരുപാട് പറയുന്നുണ്ട്. നമ്മുടെ ഇമാമിനോട് ചോദിച്ചു നോക്കൂ. പന്നിയില്ലേ, പന്നി ഏറ്റവും വൃത്തികെട്ട സ്ഥലത്താണ് ജീവിക്കുക. അല്ലാതെ അള്ളാഹ്ക്ക് പന്നിയോട് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല. പന്നിക്ക് വിശന്നാൽ ഭക്ഷണം കൊടുക്കണം, നമ്മൾ ദാഹിച്ചാൽ കുടിനീരും കൊടുക്കണം. പക്ഷേ അതിന്റെ മാംസം ഹറാമാണ്. ഹുരിമത് അലൈക്കുമുൽ മൈത വദ്ദമു വലഹ്മുൽ ഖിൻസീർ. നിങ്ങൾക്ക് അർക്കാത്ത ശവം ഹറാമാ, ബ്ലഡ് രക്തം ഹറാമാ. വലഹ്മുൽ ഖിൻസീർ, പന്നിയുടെ മാംസവും. ഞാൻ ഒരിക്കൽ കേട്ടു, ഒരു സംഘം യുവാക്കൾ ഞങ്ങളുടെ ഈരാറ്റുപേട്ടയിൽ വന്നു. ഒരു മുസ്ലിം റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് പോർക്കുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ കാക്കാമാർ ഇന്ന്
പോർക്കൊണ്ടോ എന്ന് ചോദിച്ച് പന്നിമാംസം തിന്നുന്ന അവസ്ഥയിലെത്തി. സുഹൃത്തുക്കളെ, MDMA വാഹകരാണെന്ന്, അതിന് ഫർദ പോലും ബുർഖ ധരിച്ച പെണ്ണിനെ പോലും ഉപയോഗിക്കുന്നു. എല്ലാ മയക്കുമരുന്ന് കേസിലും മതസൗഹാർദ്ദത്തിന് വേണ്ടി ഒരു മുസ്ലിമുണ്ട്. ഈ ഒരു അവസ്ഥയിലാ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. യുവാക്കളെ, മദ്യപാനത്തിലേക്ക് പോകല്ലേ, ഒരിക്കലും മയക്കുമരുന്നിന്റെ വിപണനം നിങ്ങൾ ഏറ്റെടുക്കല്ലേ. ഒരു ജനറേഷൻ തകർന്നു പോകും. ഞാൻ നിക്കാഹ് ചെയ്ത 15 മിനിറ്റ് പ്രസംഗിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിന്റെ മകൾ ഈ അടുത്ത് ഡൈവോഴ്സായി, തൊലാക്കായി. അന്വേഷിച്ചപ്പോ 3 വർഷമായി ഈ പുരുഷൻ ആ പെണ്ണിന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. കാരണം നാഡീ ഞരമ്പുകളെല്ലാം ക്ഷയിച്ചുപോയി. സുഹൃത്തുക്കളെ, ഈ കുട്ടി പഠിക്കുന്ന കാലത്ത് മയക്കുമരുന്ന് ഇൻജക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ സെക്സ്വലായിട്ടുള്ള എല്ലാ കഴിവും ആ ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ടു. ഇസ്ലാമിക രാജ്യത്ത് മയക്കുമരുന്ന് കടത്തിയാൽ വധശിക്ഷയാണ്, വധശിക്ഷ. പിന്നീട് വെളിച്ചം കാണൂല. നമ്മുടെ നാട്ടിലോ വെളിച്ചമേ കാണൂ, അകത്ത് കിടക്കൂല, ഒരു പ്രശ്നവുമില്ല. അല്ലാഹു കാക്കട്ടെ. അങ്ങനെ മഹാനായ ഈസാ നബിയുടെ ഭരണം നടക്കുമ്പോൾ അതാ മുസ്ലിം ലോകത്തിന്റെ മുമ്പിലേക്ക് ഒരു ദുഃഖ ന്യൂസ് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന മഹ്ദി വഫാത്തായിരിക്കുന്നു. എല്ലാവരും ദുഃഖിക്കും. ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മറിയം ഇമാം മഹദിക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കും. അത് കഴിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിൽ ഖബറടക്കപ്പെടും. ഇമാം മഹദി ഇല്ലാത്ത ലോകം. നോക്കൂ, ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം വരുന്നതിനു മുമ്പ് തന്നെ അന്തരീക്ഷം പക്വമാക്കി ഇമാം മഹദി കടന്നുപോയിരിക്കുന്നു. റളിയല്ലാഹു അൻഹു. അള്ളാഹു ഇമാം മഹദിയുടെ കാലത്ത് ജീവിക്കാൻ അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്. പക്ഷേ ആമീനും നിങ്ങൾ പറയും, പക്ഷേ പരീക്ഷണങ്ങൾ നിറഞ്ഞ കാലമാണ്. അല്ലേ? ഇമാം മഹദി വന്നാൽ പിന്നെ പരീക്ഷണങ്ങളല്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ പുറം നന്നാക്കിയതുപോലെ ഞങ്ങളുടെ ഉള്ളകവും നീ വൃത്തിയാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, തൗബ ചെയ്ത് ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം ഉരുവിട്ടുകൊണ്ട് വഫാത്താകാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ഭവനങ്ങൾ, പള്ളികളെ സ്നേഹിക്കാനും ആ പള്ളികൾ ഇഅ്തികാഫ് കൊണ്ട് മുഖരിതമാക്കാനും പകലിൽ നോമ്പ് പിടിച്ച് രാത്രിയിൽ തറാവീഹ് നമസ്കരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത് മുഅ്മിനീങ്ങൾക്ക് ഇഫ്താർ കൊടുത്ത് അല്ലാഹുവേ, ഈ പുണ്യങ്ങളുടെ പൂക്കാലത്ത് എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടുന്ന സച്ചരിതരിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മുത്തുനബി 90 ദിവസത്തെ ബർക്കത്താ ചോദിച്ചത്. റജബ്, ശഅബാൻ, റമളാൻ. നമുക്കും അതുപോലെ ചോദിക്കാം. അല്ലാഹു റജബിലും ശഅബാനിലും റമളാനിലും ബർക്കത്ത് നിന്ന് പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ ഹ്രസ്വമായ വിശദീകരണം ഇമാം മഹദിയെ പറ്റി തരാൻ സാധിച്ചു. ഇനിയും ഒരുപാട് ആ വിഷയത്തിൽ ഈസാ നബിയെ പറ്റിയൊക്കെ പറയാനുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ ആയി എന്ന് ജിബ്രീലിനെ വിളിച്ചിട്ടാണ് അള്ളാഹു അറിയിക്കുക. ജിബ്രീൽ ഇങ്ങോട്ട് വരീൻ, ഈസാ നബിയോട് ഒരുങ്ങാൻ പറയണം. എങ്ങനെയാ ഒരുങ്ങുന്നത്? ബൈത്തുൽ മുഖദ്ദസിലെ എണ്ണയുമായി ജിബ്രീൽ ചെല്ലും. അവിടത്തെ ശിരസ്സിൽ ആ എണ്ണ പൂശുകയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ പണ്ട് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന സൈത്തൂൻ എണ്ണ അത് കിടക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ടു. ആ പുണ്യ നാടുകളൊക്കെ സന്ദർശിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി ഭാര്യ റഫഖത്ത്, ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറ, മൂസാ നബി, ഒരുപാട് ലുഖ്മാനുൽ ഹക്കീം, റാബിയത്തുൽ അദവിയ, ഇങ്ങനെ ഒരുപാട് നബിമാരും ഔലിയാക്കളും കിടക്കുന്ന മണ്ണാണ് ഫലസ്തീൻ്റെ മണ്ണ്. 12 ദിവസം ഓടി 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 കണ്ടു. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം മുമ്പിൽ വരികയാ. അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ കണ്ടു. അങ്ങനെ എത്രയെത്ര നാടുകൾ, ജോർദാൻ, ഇസ്രായേൽ, ഫലസ്തീൻ, ഈജിപ്റ്റ്. അവസാനം ആ തല്ലിപ്പൊളിനെയും കാണാൻ പറ്റി. ആര്? ഫിറഔനെ. റഹ്മത്തുള്ളയോ? പടച്ചവനെ റഹ്മത്തുള്ള പറയുന്നത്.
ഫറോവയും കണ്ണാടി കൂട്ടി കിടക്കുന്നുണ്ട്, വലിയ പിരമിഡുകൾ. ആ പിരമിഡ് കണ്ട അന്തം വിടും. അതിൽ അടുക്കി വെച്ചിരിക്കുന്ന കല്ല്, അതിൻ്റെ തൂക്കം വലിപ്പമൊക്കെ. 10 ദിവസം മൈക്ക് എൻ്റെ കയ്യിലായിരുന്നു. പോകണം അവിടെയൊക്കെ, ജീവിതത്തിൽ ഒന്ന് പോകണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് പേര് സംഭാവനയും ഷീറ്റുകളുമൊക്കെയായി ഈ സദസ്സിനെ ധന്യമാക്കി. അവരുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ പരിപാടി വിജയത്തിൽ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. നല്ല സദസ്സാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഈ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക് സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم يسر عسيرنا وسهل أمورنا واقض حوائجنا وحصل مرادنا وبلغ آمالنا واشف أمراضنا يا شافي الأمراض. اللهم اجعل القرآن ربيع قلوبنا وجلاء ذنوبنا وذهاب همومنا وأحزاننا يا رب العالمين. اللهم زدنا علما وفقهنا في الدين وعلمنا القرآن الحكيم. അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. കലിമത്തു ഷഹാദത്ത് ഉരുവിട്ട് സ്വർഗം കണ്ടു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഉമറാക്കൾ ഉലമാക്കൾ 2 വിഭാഗത്തെയും പടച്ചവനെ കൂട്ടിയിണക്കി ഈ ഉമ്മത്തിന് നീ പുരോഗതിയും ഈ ഉമ്മത്തിന് നീ സമാധാനവും വരുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഈ ജമാഅത്തിൽ ഐക്യപ്പെടുത്തണേ അല്ലാഹ്. ഈ ജമാഅത്തിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സ്വതക്കകൾ ചെയ്തവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. ഒരുപാട് പെൺകുട്ടികൾ അനുയോജ്യരായ വരന്മാരെ കാത്തു നിൽക്കുന്നു റബ്ബേ. നല്ല ദീനീ ബോധമുള്ള ആദർശ മഹത്വമുള്ളവരെ അല്ലാഹുവേ ജീവിത പങ്കാളികളാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പ്രസവം പടച്ചവനെ നല്ല പ്രസവം ആഗ്രഹിക്കുന്നവരുണ്ട്. പടച്ചവനെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അതുപോലെ പലരും ഷുഗർ വന്ന് അല്ലാഹുവേ 2 കിഡ്നിയും പോയവരുണ്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. കള്ള് കുടിക്കുന്ന കഞ്ചാവ് വലിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പെൺകുട്ടികൾ വിവാഹത്തോടുകൂടി ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരാണ്. അവരെ മക്കളെപ്പോലെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. പോയി കയറുന്ന വീട്ടിൽ അവിടുത്തെ മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണെങ്കിലും സ്വന്തം പിതാവിനെ പോലെ മാതാവിനെ പോലെ ബഹുമാനിക്കാനുള്ള ഭാഗ്യം ഞങ്ങളുടെ സഹോദരിമാർക്ക് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദജ്ജാലിൻ്റെ ഷർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ ഖബൂലാക്കി തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു, മരണപ്പെട്ടവർക്ക് പുറത്തു തരണേ അല്ലാഹ്. റബ്ബന അർഹം ആബാഅനാ വ ഉമ്മഹാതിനാ കമാ റബ്ബയാനാ സിഗാറാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട എല്ലാവരുടെയും മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ മലർവാടികളാക്കി കൊടുക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.